ഗുഡ് ഈവനിങ് ഓൾ. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് തോമസ് സാറാണ്. ബാങ്കിങ് ആക്ടുകളെ കുറിച്ചുള്ള ഒരു ക്ലാസ്സാണ് സാർ എടുക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നടത്തിയ ക്ലാസ്സിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനപ്പെട്ട ചില ബാങ്കിങ് ആക്ടുകളെ കുറിച്ച് സാർ പറഞ്ഞു. ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അതുപോലെ റിസർവ് ബാങ്ക് ആക്ട്, റിപ്പോ റേറ്റ്, അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, ഇന്ത്യൻ കമ്പനീസ് ആക്ട്, ഇങ്ങനെയുള്ള ചില വളരെ പ്രാധാന്യമുള്ളതും എന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും അതുമായിട്ട് ചേർന്നിരിക്കുന്നതുമായ ഒത്തിരി ആക്ടുകളെ, ഇൻകം ടാക്സ് ആക്ട്, ഇതുപോലുള്ള പല ആക്ടുകളെ കുറിച്ച് പറഞ്ഞു. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് സാറ് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്ക് സ്നേഹത്തോടെ സാറിനെ വെൽക്കം ചെയ്യാം. വെൽക്കം സാർ. ഓക്കെ, നമ്മുടെ മാറ്റിനി ഗ്രൂപ്പിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ വളരെ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറ് പറഞ്ഞു ബാങ്കിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടുകളെ പറ്റി, ഏതെല്ലാം ആക്ടുകളാണ് ബാങ്കിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അവർക്ക് റെഫർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ആക്ട് പ്രകാരം ആയിരിക്കണം അവർ ഫംഗ്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് സംസാരിച്ചത്. അതിൻ്റെ 8 ആക്ടുകളെ പറ്റി അന്ന് നമ്മൾ സംസാരിച്ചു. സാർ ഇവിടെ സൂചിപ്പിച്ചു ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, മജോറിറ്റി ആക്ട്, അതുപോലെ തന്നെ മണി ലോണ്ടറിങ് ആക്ട്, ഇന്ത്യൻ കമ്പനീസ് ആക്ട്, ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ട്. ഇത്രയും 8 ആക്ടുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കവർ ചെയ്തു. ഞാൻ എൻ്റെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന മൊത്തം 20 ആക്ടുകളാണ്. ഇനി അതിനകത്ത് 12 എണ്ണം ഉണ്ട്. ഈ 12 എണ്ണം ഇന്നിപ്പോൾ കവർ ചെയ്യണമെന്നോ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അത്രയധികം അല്ലെങ്കിൽ പോലും ബാങ്കുകൾ റെഫർ ചെയ്യേണ്ടുന്ന ആക്ടുകളാണ് ഇതെല്ലാം. ഇത് മാത്രമല്ല, ഇന്ത്യയിലുള്ള എല്ലാ ആക്ടുകൾക്കും എന്തെങ്കിലും ബാങ്കുമായിട്ട് റിലവൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട്. പക്ഷെ അതെല്ലാം ഒന്നും നമുക്ക് ഇവിടെ കവർ ചെയ്യാൻ പറ്റില്ല. എന്നാലും ഏതാണ്ട് ഒരു 12ഓളം ആക്ടുകൾ നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഞാൻ എൻ്റെ PPT ഒന്ന് ഷെയർ ചെയ്യാണ്. സാറേ കാണാമല്ലോ അല്ലേ? കാണാം. ഓക്കെ, ഇങ്ങനെ ഇട്ടാൽ മതിയോ? ഫുൾ സ്ക്രീൻ ആക്കണോ? വേണമെന്നില്ല, ഇത് മതി സാർ. ഇത് മതിയല്ലോ അല്ലേ? ഓക്കെ. അപ്പം നമ്മുടെ ഇതിലേക്ക് പോവാണ്. ബാങ്കിങ് ആക്ടിന്റെ പാർട്ട് 2 ആണ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ലോസും എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും സുപ്രീം ലോ ഏതാ? അത് ഏറ്റവും സുപ്രീം ലോ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതാണ് ഏറ്റവും സുപ്രീം ലോ. ഏത് ആക്ടിനും ആ സുപ്രീം കോർട്ടിന്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ സുപ്രീം ആക്ട് ആയിട്ടുള്ള ഭരണഘടന അകത്തായിരിക്കണം അത് വരേണ്ടത്. അതുപോലെ തന്നെ ഭരണഘടനയെ വയലേറ്റ് ചെയ്യാനായിട്ട് ഒരു രീതിയിലും അനുവാദം ഏത് ആക്ട്. അപ്പം അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സുപ്രീം ആക്ട്. അതായിരുന്നു നമ്മൾ ആദ്യം പറയേണ്ടിയിരുന്നത്. അതിനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലായിരുന്നു. എന്നാലും നമ്മൾ ഇതിന് ശേഷമുള്ള രണ്ടാമത്തെ ആക്ട് ഏതാണെന്നറിയാം? ഈ ലോയ്ക്ക് പകരം രണ്ടാമത്തെ ലോ ഏതാണെന്നറിയാം? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോയിന് കഴിഞ്ഞിട്ട് രണ്ടാമതായിട്ട് നിൽക്കുന്നത് അത് വിവരാവകാശ നിയമമാണ്. അത് ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ഒരു ആക്ട് ആണ്. അതെ, രണ്ടാമതായിട്ട് എത്ര പവർഫുൾ ആണ് വിവരാവകാശം. നമ്മൾ അതിനെ കുറിച്ച് 2 ക്ലാസ് നമ്മൾ എടുത്തു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതിനകത്ത് ജസ്റ്റ് റെഫർ ചെയ്യുന്നുണ്ട് സാറേ വിവരാവകാശം. ഓക്കെ, ജസ്റ്റ് വലിയ കൂടുതലൊന്നും അതിനെപ്പറ്റി പറയുന്നില്ല, ജസ്റ്റ്. ഓക്കെ, 2 ക്ലാസ് നമ്മൾ ഇതിനകത്ത് എടുത്തിരുന്നു വിവരാവകാശം. ഓക്കെ, നമ്മൾ അത്രയൊന്നും ഡീപ്പായിട്ട് അതിനകത്ത് പോകുന്നില്ല, ജസ്റ്റ് ഒരു ഓക്കെ. അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ദ സുപ്രീം ലോയാണ്. ആ ലോയാണ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഫങ്ഷനിങ് എങ്ങനെയായിരിക്കും,
അവരുടെ എന്ത് പ്രൊസീജിയറാണ് അവർ ഫോളോ ചെയ്യേണ്ടത്, അവരുടെ ഡ്യൂട്ടീസ് എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യൻ സിറ്റിസന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടെങ്കിൽ അവന് ഡ്യൂട്ടീസും ഉണ്ട്. ആ ഡ്യൂട്ടീസ് സിറ്റിസണിനും അതുപോലെ തന്നെ ഈ സിറ്റിസണിനെ മാനേജ് ചെയ്യുന്ന ഗവൺമെന്റിനും അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഉണ്ട്. ഇതെല്ലാം പ്രതിപാദിക്കുന്ന ഏറ്റവും സുപ്രീം ലോയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിനകത്ത് 450 ആർട്ടിക്കിൾസ് ഉണ്ട്, 12 ഷെഡ്യൂൾസ് ഉണ്ട്, 103 അമെൻഡ്മെന്റ് ഉണ്ട്. പിന്നെ അതിനകത്ത് എത്ര വേർഡ്സ് അത് എനിക്ക് കൃത്യം കാണുന്നില്ല, നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, അത്രയും വേർഡ്സും ഉണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്. നമ്മുടെ മൗലിക അവകാശം ആരെങ്കിലും കവർന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു സംരക്ഷണം തരാൻ പറ്റും. നമുക്കുള്ള ഒരു വാളാണ് ഈ നമ്മുടെ ഭരണഘടന എന്നത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഏത് ആക്ടുകളും ഇതിനെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ആക്ടുകൾ മാത്രമല്ല, ഈ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏത് സ്ഥാപനം അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഏത് എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇവരൊക്കെ എല്ലാം ഇറക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവയും കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ചെയ്താൽ അതിന് യാതൊരു നിലനിൽപ്പില്ല. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ ഏറ്റവും സുപ്രീം ലോയാണ് ഭരണഘടന. ഏത് ആക്റ്റും അതിനകത്ത് ഫങ്ഷൻ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ ഞാൻ ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പല കാര്യങ്ങളും പറയാൻ കാണും. ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമുക്ക് വേണ ദിവസങ്ങൾ ഉണ്ട് നിൽക്കുന്ന ഒരു കാര്യങ്ങൾ പറയാൻ തക്കവണ്ണം വലിയൊരു വിഷയമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതിന് അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പം നമ്മളുടെ ബാങ്കിങ് ആക്ട്സ് ആണ് നമ്മുടെ വിഷയം. പക്ഷേ ഈ ബാങ്കിങ് ആക്ട്സിന് ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധമുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇതിനെപ്പറ്റി ഇത്രയാണ് പറയാനുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെ ഞാൻ അടുത്ത ആക്ടിലേക്ക് പോകാം. ഓക്കെ, ഓക്കെ, അടുത്ത ആക്ട് ആണ്. ഞാൻ ബാങ്കിലെ ഒരുപാട് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ബുക്സ് ഉണ്ട്, രജിസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ആ രജിസ്റ്റർ എല്ലാം മാറി ഇപ്പൊ കമ്പ്യൂട്ടേഴ്സ് ആയി. ഈ കമ്പ്യൂട്ടറിലുള്ള റെക്കോർഡുകളെല്ലാം നമുക്ക് എന്തിനും ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും കോടതിയിൽ. എന്താണെന്ന് അഭിപ്രായം? ജ്യോതികുമാർ സാറേ, LICയിൽ ഒരു രേഖയുണ്ട്, അത് നമുക്ക് എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും? സാറ് കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ബാങ്കിലുള്ള എല്ലാ റെക്കോർഡ്സും കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതിന് ബാങ്കുകളെ സഹായിക്കുന്ന ഒരു ആക്ട് ഉണ്ട്. അതിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ ആക്ടിന്റെ പേരാണ് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത്. ഈ ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട് ബാങ്കിലുള്ള ഏത് ലെഡ്ജറിന്റെയും ഏത് രേഖകളും കോടതിയിൽ കൊണ്ട് ഹാജരാക്കി കഴിഞ്ഞാൽ അതൊരു പ്രൈമ ഫേസ് എവിഡൻസ് ആയിട്ട് കോടതി അംഗീകരിക്കും. അതിന് കോടതിക്ക് അംഗീകരിക്കാൻ തക്കൊണ്ടുള്ള അധികാരം കൊടുത്തിട്ടുള്ള ആക്റ്റാണ് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്. അത് ബാങ്കുകാരുടെ ഫംഗ്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ്. ഇപ്പോൾ ഈ ആക്ടിന് കൂടുതൽ പ്രസക്തിയുണ്ട്. കാരണം ഇന്ന് ഒരു ബാങ്കുകളിലും തന്നെയും നമ്മുടെ പേപ്പറിലുള്ള റെക്കോർഡ്സുകൾ കാര്യമായിട്ടില്ല. എല്ലാ ഇതും ഇലക്ട്രോണിക് ഡേറ്റാസാണ്, കമ്പ്യൂട്ടറിലുള്ള ഡേറ്റാസ്. അപ്പോൾ ഈ ഡേറ്റകളും കോടതികൾ ഇന്നിപ്പോൾ രേഖകളായി അംഗീകരിക്കും. അത് അംഗീകരിക്കാൻ തക്കവണ്ണം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ടിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയുണ്ട്. അപ്പൊ അതിൻ പ്രകാരം ഇതിലുള്ള എല്ലാ രേഖകളും അത് CD ആയിട്ടാണോ, പെൻഡ്രൈവ് ആയിട്ടാണോ, അല്ലെങ്കിൽ ഒരു സർട്ടിഫൈഡ് കോപ്പി ആയിട്ടാണോ,
നമുക്ക് കോടതിയിൽ ഹാജരാക്കാവുന്നു. ആ രേഖ കോടതി അംഗീകരിക്കും. ഇത് ബാങ്കുകാർ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന കേസുകൾ വരുന്നത് നമ്മുടെ ചെക്ക് മടങ്ങുന്ന കേസുകൾ. ചെക്ക് മടങ്ങുന്ന ഇപ്പോൾ ഒരു ക്രിമിനൽ കേസായി മാറിയിട്ടുണ്ട്, ക്രിമിനൽ ഒഫൻസ്. അപ്പൊ ആ കേസിന് ഇത് മടങ്ങി എന്നുള്ളതിന് ബാങ്കുകാർ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അത് വെച്ചാണ് കോടതി ഈ ചെക്ക് മടങ്ങി എന്നുള്ളതിന് ഒരു അംഗീകാരം കൊടുക്കുന്നത്. അതിനുള്ള സപ്പോർട്ടും കിട്ടിയിരിക്കുന്ന ഈ ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്. ബാങ്കുകാർ ഇങ്ങനെയുള്ളത് റെക്കോർഡ് ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് ഒരു സർട്ടിഫിക്കറ്റ് അവർ കൊടുക്കേണ്ടത്. അതിനകത്ത് കൃത്യം അവർ പറയണം ഇത് ഒരു ട്രൂ കോപ്പിയാണ്. ഇറ്റ് ഈസ് എ സർട്ടിഫൈഡ് ട്രൂ കോപ്പി ഓഫ് ദ ഒറിജിനൽ സീൻ ബൈ മീ. ഞാൻ കണ്ട രേഖകൾ, അതിൻ്റെ ഒറിജിനൽ കണ്ട അതിൻ്റെ സർട്ടിഫൈഡ് കോപ്പിയാണ് ഇത് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതിനകത്ത് അതിൻ്റെ അധികാരമുള്ള ആള് ഒപ്പിട്ടിട്ട് ഡേറ്റ് വെക്കണം. ഡേറ്റിൻ്റെ അടിയിൽ അദ്ദേഹത്തിന് പേര് കൊടുക്കണം. അതുപോലെ തന്നെ ആ ഓഫീസിൻ്റെ നെയിം, അഡ്രസ്സ്, ടെലിഫോൺ, ഇത്രയും രേഖകൾ കൊടുക്കണം. ഇത് വെച്ചാണ് കോടതി ഇതിനെ ഒരു എവിഡൻസ് ആയിട്ട് എടുക്കുക. അതിന് ഉള്ള അധികാരം കൊടുക്കുന്ന ആക്റ്റാണ് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്. ഓക്കെ, ഇത്രയാണ് ഈ ആക്ടിനെ പറ്റി പറയാനായിട്ട്. ഇനി നമുക്ക് അവിടുത്തെ മൂന്നാമത്തെ ആക്ടാണ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരമുള്ള ഇതും പ്രകാരമാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി വേറൊരാൾക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ അതിന് വേണ്ട നമ്മൾ ഒരു രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യും. അതുപോലെ എന്നിട്ട് തന്നെ നമ്മുടെ ഈ റെക്കോർഡുകളെല്ലാം വില്ലേജ് ഓഫീസിൽ കൊണ്ടുവന്ന് അതിൻ്റെ പോക്കുവരവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിന് അധികാരം കൊടുത്തിരിക്കുന്ന ഒരു ആക്റ്റാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ബാങ്കുകൾ ചെയ്യുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനും വേണ്ട ഒരു രേഖയായിട്ട് അവർ സ്വീകരിക്കും. അതായത് ബാങ്കുകൾ ഒരു വസ്തു ഈടായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഈ ജാമ്യമായിട്ട് മോർഗേജ് ആയിട്ട് എടുക്കും. ഈ മോർഗേജിനുള്ള അധികാരം കൊടുത്തിരിക്കുന്ന ആക്ട് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ആണ്. ഈ ആക്റ്റാണ് ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടി അതിൻ്റെ രേഖകളെല്ലാം ബാങ്കിൽ കൊണ്ട് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മോർഗേജ് ആയിട്ട് മാറും എന്നുള്ളതിന് അധികാരം കൊടുത്തിട്ടുള്ള ഒരാക്റ്റാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഇത് നമുക്ക് ഇപ്പോൾ ഒരു ബാധ്യതയ്ക്ക് വേണ്ടി വേണം ഈടായി കൊടുക്കാം. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ബാധ്യതയ്ക്ക് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും വേറൊരു എൻഗേജ്മെന്റ് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ആ എൻഗേജ്മെന്റ് നടപ്പാക്കും എന്നുള്ളതിന് അതിനകത്തൊരു പണസംബന്ധമായ ഒരു ഇൻവോൾവ്മെന്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടും ഈ മോർഗേജ് ക്രിയേറ്റ് ചെയ്യാം. അത് ഇപ്പോഴുള്ള ബാധ്യത, ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ബാധ്യത, നമ്മുടെ പെർഫോമൻസ് ഓഫ് ആൻ എൻഗേജ്മെന്റ് വിച്ച് ഗീവ് റൈസ് ടു എ പെക്യൂണിയർ ലൈബിലിറ്റി, അങ്ങനെയുള്ള ഇതിനും ഇങ്ങനെയുള്ള ഒരു ഈട് കൊടുക്കാം. മോർഗേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്തെങ്കിലും എടുക്കുന്നില്ല, എന്തെങ്കിലും വെച്ചിട്ട് വസ്തു നമ്മൾ പണയം വെക്കുന്നത്. വസ്തു നമ്മൾ പണയം വെക്കുന്നത് അതിനെയാണ് മോർഗേജ്. അത് ഒരുപാട് തരം മോർഗേജ് ഉണ്ട് സാർ. ഞാൻ അതിനെപ്പറ്റി ഒരുപാടൊന്നും പറയാൻ പോകുന്നില്ല. നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ രജിസ്ട്രാർ ഓഫീസിൽ പോയി ട്രാൻസ്ഫർ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം സാധാരണ ഇപ്പോഴത്തെ കൊമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം ചെയ്യുന്ന ഇക്വിറ്റബിൾ മോർഗേജ് എന്നാ, ഇതിന്റെ രേഖകളെല്ലാം കൂടെ ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. വീട് പണിയാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നതല്ലേ ഇത് തന്നെയാണ് ഇക്വിറ്റബിൾ മോർഗേജ്. നമുക്ക് ഏറ്റവും ചെലവ് കുറഞ്ഞ മോർഗേജ് ആണ് ഇക്വിറ്റബിൾ മോർഗേജ്. അതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളെല്ലാം സ്വീകരിക്കുന്നത്. കാരണം ഇത് ഈ മോർഗേജ് ക്രിയേറ്റ് ചെയ്യുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെലവ് കുറഞ്ഞ. നേരെ മറിച്ച് കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം ചെയ്യുന്ന സിമ്പിൾ മോർഗേജാണ്. അത് നമ്മുടെ പ്രോപ്പർട്ടി അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് എല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള മോർഗേജും ഉണ്ട്. പക്ഷെ ബാങ്കുകളെല്ലാം ചെയ്യുന്ന ഇക്വിറ്റബിൾ മോർഗേജ് ആണ്. അത് അതിനകത്ത് റെക്കോർഡിക്കല രേഖകളൊന്നും ട്രാൻസ്ഫർ ഇല്ല. അത് ഇതിന്റെ ഡീഡ്സ് എല്ലാം കൊണ്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ ആ മോർഗേജിന് ഒരു പ്രശ്നമുണ്ട്.
ഈ പ്രോപ്പർട്ടിയുടെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആരെങ്കിലും ഉണ്ടാക്കി ചിലപ്പോൾ വേറെ മോർഗേജ് വേണേലും ഉണ്ടാക്കാം ഫ്രോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു റിസ്ക് എലമെന്റ് ഉള്ള ഒരു മോർഗേജ് ആണ് ഈ ഇക്വിറ്റബിൾ മോർഗേജ് എന്ന് പറയുന്നത്. ഈ റിസ്ക് ഉണ്ടെങ്കിൽ പോലും ബാങ്കുകൾ ഇന്നും ഫോളോ എടുത്തോണ്ടിരിക്കുന്നത് ഈ ഇക്വിറ്റബിൾ മോർഗേജ് ആണ്. കാരണം അതിന് ചെലവ് കുറവ്. അത് നഷ്ടപ്പെട്ടു പോകുമെന്നാണോ നമ്മൾ പറയുന്നത്? ഏഹ് ആ കൊടുക്കുന്ന നമ്മുടെ ഡീഡുകൾ നഷ്ടപ്പെട്ടു പോകുവാണോ അതോ ഡീഡുകൾ നഷ്ടപ്പെടുകയല്ല, ഈ ഡീഡുകൾക്ക് പകരം ഇതുപോലെ ഒറിജിനൽ ലോൺ ഉണ്ടാക്കുന്നു. ഉണ്ടാക്കി ഇവൻ വേറൊരു സ്ഥലത്തും കൊണ്ട് വെച്ച് പണം എടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി നമുക്കാവും. അത് തന്നെ. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി വരും. അങ്ങനെയുള്ള മോർഗേജാണ് ഇക്വിറ്റബിൾ മോർഗേജ്. ഈ ഇക്വിറ്റബിൾ മോർഗേജ് അല്ലെങ്കിൽ ഈ മോർഗേജ് വരുന്നത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ സ്ഥലം, നമ്മളൊരു ഹൗസിംഗ് ലോൺ എടുത്ത ആ വീട്, ആ സ്ഥലം കൊണ്ട് നമ്മൾ മോർഗേജ് ചെയ്യേണ്ടി വരും. കാരണം വീടിന് സ്വന്തമായ ഒരു നിലനിൽപ്പില്ല, അത് നിൽക്കുന്നത് ഒരു വസ്തുവില്ല. അപ്പൊ ആ വസ്തുവോടുകൂടെ തന്നെയുള്ളൂ നമുക്ക് ഈട് കൊടുക്കാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മൾ അതിന് മോർഗേജ് ചെയ്യുന്നത്. അപ്പൊ ആ മോർഗേജ് ചെയ്യണമെങ്കിൽ അതിന് ഉള്ള അധികാരം ബാങ്കുകൾക്ക് കൊടുത്തത് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഇത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ. ഇനി മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അത് എന്ത് രീതിയിലുള്ള ഈട് അവരെടുക്കുന്നത്? മോർഗേജ് ആണോ എടുക്കുന്നത്? മൂവബിൾ പ്രോപ്പർട്ടി ഇപ്പൊ നമ്മളൊരു ഫർണിച്ചർ ഷോപ്പാണ്, അതിനകത്ത് ബാങ്കുകൾ ഈട് എടുത്തിരിക്കുന്ന അതിൻ്റെ അകത്ത് ഫർണിച്ചറുകളാണ്. അപ്പൊ ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വസ്തു ഈടിന്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അവിടെയുള്ള ആ സ്റ്റോക്ക് ഐറ്റം, ഫർണിച്ചറിന്റെ ആ സ്റ്റോക്ക് ബാങ്കിന് ഈടെടുക്കണം. ഈടെടുക്കണേ അതിന് പറയുന്ന പേരാണ് ഹൈപ്പോത്തിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു കാറ് വാങ്ങിക്കുക, ആ കാറ് നമ്മൾ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ കുറെ സാധനങ്ങൾ വാങ്ങിക്കുക, അതിന്റെ സ്റ്റോക്ക് ഉണ്ട്, ആ സ്റ്റോക്കുകൾ നമ്മൾ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യും. അല്ലെങ്കിൽ കൃഷിയാണെങ്കിൽ ഒരു പശുവിനെ വാങ്ങിക്കുക, ആ പശുവിനെ നമ്മൾ ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യും. അപ്പൊ ഈ ഹൈപ്പോത്തിക്കേഷനുള്ള അധികാരം അതെന്ന് പറഞ്ഞാൽ മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഇതെല്ലാം ഈ മൂവബിൾ പ്രോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റബിൾ മോർഗേജ് ഉണ്ടാകുന്നില്ല. അതിന് പകരം എടുക്കുന്ന ഒരു ഈടാണ് ഹൈപ്പോത്തിക്കേഷൻ എന്നത്. ഇത് ഹൈപ്പോത്തിക്കേറ്റ് ചെയ്യാനും അധികാരം ബാങ്കുകൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ആക്റ്റാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ബാങ്കുകളുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വളരെ നല്ലൊരു റോൾ ചെയ്യുന്ന ഒരു ആക്റ്റാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ആക്ടിനെ പറ്റി പറയാനായിട്ട്. നമ്മുടെ ഇവിടെ ഇതിനകത്ത് നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടില്ല. നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് ക്ലാസ് എടുക്കുന്ന നമ്മുടെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് പറയാൻ കഴിയുന്നവരാണ് ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിനെ പറ്റി. ഇന്നലത്തെ ക്ലാസ് ആണെന്ന് തോന്നുന്നു അല്ലേ? ക്ലാസ് സാർ അവർക്കെല്ലാം ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ഇതിനെപ്പറ്റി ബാങ്കുകളുടെ ഇതിനകത്ത് റെഫറൻസ് ഇതാണ്, അതിന്റെ റിലവൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഉദ്ദേശിച്ചത്. ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടും ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ആക്ട് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അടുത്തത് ഒന്നാണ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899. അതായത് നമ്മൾ എന്ത് കോൺട്രാക്ട് എൻട്രി ചെയ്താലും അത് നമ്മളൊരു സ്റ്റാമ്പ് അതിനകത്ത് ഇൻവോൾവ് ആണ് അല്ലെ? ഈ സ്റ്റാമ്പ് എന്തിനാണ്, ഇങ്ങനെ ഒരു കണ്ടീഷൻ എന്തിനാണ് ഗവൺമെന്റ് വെച്ചിരിക്കുന്നത്? അതോറിറ്റി ആണ്. അത് ഇപ്പം വെള്ള പേപ്പറിൽ എഴുതി വെച്ചാലും അതോറിറ്റി വരികയല്ലേ, നമ്മൾ ഒപ്പിട്ട് കൊടുത്തുകയില്ല. ഈ സ്റ്റാമ്പ് എന്തിനാ? സ്റ്റാമ്പ് അവർ വെച്ചിരിക്കുന്നത് സാറേ അവർക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയാ സാർ. ഗവൺമെന്റിന് റവന്യൂ വേണ്ടേ? ഗവൺമെന്റിന് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റാമ്പ് എന്ന് പറയുന്നത്. തമാശ ചോദ്യം പോലെ അതാണ് ഗവൺമെന്റിന് റവന്യൂവിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റാമ്പ് എന്ന് പറഞ്ഞൊരു ക്ലോസ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങനെ ഒരു കോൺട്രാക്ട് എൻട്രി ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇന്ന സ്റ്റാമ്പ്, ഇത്ര രൂപയുടെ സ്റ്റാമ്പുള്ള പേപ്പറിൽ ഒപ്പിടണമേ എന്നുള്ളത് അധികാരം ഉണ്ടെങ്കിലേ അതിന് അതോറിറ്റി ഉള്ളൂ എന്ന് വെച്ചിരിക്കുന്ന കണ്ടീഷൻ വെച്ചിരിക്കുന്നത് ഗവൺമെന്റ് റവന്യൂ ഉണ്ടാക്കാനായിട്ടാണ്. അതിന് സ്റ്റാമ്പിന്റെ ആവശ്യമുണ്ട്. അതിനുള്ള ഒരു ആക്റ്റാണ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്. ഈ ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിന് പാരലായിട്ട് 5 സംസ്ഥാനങ്ങൾ സ്വന്തമായി വേറെ ആക്ടുകൾ. ആ
5 സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അവരുടേതായ സ്റ്റാമ്പ് ആക്ടും കൂടെ ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ 2 ആക്ടും ബാധകമാണ്. ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്, അതായത് 2 സംസ്ഥാനങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു എഗ്രിമെന്റ് വെക്കണമെങ്കിൽ അതിന് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരമുള്ള സ്റ്റാമ്പ് പ്രകാരം ഏത് സ്റ്റേറ്റിലെ സ്റ്റാമ്പാണോ കൂടുതൽ വരുന്നത് ആ സ്റ്റാമ്പ് എടുക്കേണ്ടി വരും. അപ്പൊ അതിനെല്ലാം ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിന്റെ റെലവൻസ് അവിടെ ഉണ്ടാകും. ഇത് മാത്രമല്ല, ചില സ്പെസിഫിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിന് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരമുള്ള സ്റ്റാമ്പ് എത്രയാണോ അവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് ആ സ്റ്റാമ്പ് നമ്മൾ എടുക്കാൻ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ ഒരു അഫിഡവിറ്റ് കൊടുക്കണമെങ്കിൽ ഇത്ര രൂപയുടെ സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്. അതുപോലെ തന്നെ മെമ്മോറാണ്ടം, അതുപോലെ തന്നെ ലീഗൽ ഡോക്യുമെന്റ്സ്, കമ്പനിയുടെ മെമ്മോറാണ്ടം, കമ്പനിയുടെ ആർട്ടിക്കിൾസ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ബോണ്ട്, മോർഗേജ്, കൺവെയൻസ്, അതുപോലെ തന്നെ റെസിപ്റ്റ്, ഡിബഞ്ചർ ഇഷ്യൂ ആണ് ഡിബഞ്ചർ, ഷെയർ ഇഷ്യൂ ആണ് ഷെയർ, ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഒരു സ്റ്റാമ്പ് അടിച്ചിട്ടാണ് നമുക്ക് ഇൻഷുറൻസ് പോളിസി എല്ലാം തരുന്നത്. ആ ഇൻഷുറൻസ് കമ്പനികൾ അടിക്കുന്ന ആ സ്റ്റാമ്പ് അതും ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം. പാർട്ണർഷിപ്പ് എഗ്രിമെന്റ്, അതുപോലെ പ്രോക്സി, ഷെയർ സർട്ടിഫിക്കറ്റ്, ഇതിനെല്ലാം ഉള്ള വേണ്ട സ്റ്റാമ്പുകൾ വരുന്നത് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം. ഇതിനകത്ത് ഏറ്റവും സിമ്പിൾ സാധനമാണ് റെസിപ്റ്റ്. റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 വ്യക്തികൾ തമ്മിൽ ഒരു ഇടപാട് നടത്തുന്നതിന്റെ ഒരു പ്രൂഫായിട്ട് നമ്മൾ എന്തെടുക്കും? നമ്മൾ ഒരു റെസിപ്റ്റ് എടുക്കാറില്ലേ? ഒരു റെസിപ്റ്റ് എടുക്കും. ആ റെസിപ്റ്റിൽ എന്തുണ്ടാവണം? അതിന് അധികാരം ഉണ്ടെങ്കിൽ വേണം. 1 രൂപയുടെ റവന്യൂ സ്റ്റാമ്പ് വേണം അല്ലേ? അത് എമൗണ്ട് വൈസ് വ്യത്യാസം വരും സാർ. 1 രൂപ നമ്മുടെ ഈ ഒരുമാതിരി ഇടപാടുകൾക്കെല്ലാം 1 രൂപ മതി. ആ 1 രൂപയുടെ വരുന്നത് എത്ര രൂപയ്ക്ക് മുകളിലുള്ളതിനാ ഈ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടത് അറിയോ? 5000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ ഇതിന്റെ റെസിപ്റ്റിനും ഒരു സ്റ്റാമ്പ് വേണം. ഈ റവന്യൂ 1 റുപ്പിയുടെ സ്റ്റാമ്പ്. 1 റുപ്പി അല്ലത് 20 പൈസ. 20 പൈസയുടെ സ്റ്റാമ്പ് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് 1 റുപ്പി ഒട്ടിക്കുന്നത്. അതും കിട്ടാനില്ലല്ലോ സാറേ, ഈ 1 രൂപയുടെ പോലും ഇപ്പം കിട്ടാൻ പ്രയാസമായിട്ട്. കിട്ടാൻ ഭയങ്കര ഷോർട്ടാ. അപ്പൊ ആ റെസിപ്റ്റ് വേണമെങ്കിൽ അതിന് അതോറിറ്റി വരണമെങ്കിൽ ആ റവന്യൂ സ്റ്റാമ്പിൽ വേണം ഇത് ചെയ്യാനായി. അതല്ലേ പണ്ടൊക്കെ ഇപ്പൊ ഈ നമ്മുടെ ബാങ്ക് വഴിയുള്ള ക്രെഡിറ്റ് വരുന്നതിനൊക്കെ മുമ്പ് ബാങ്കുകൾ ഈ നമ്മുടെ ഡിസ്ബേഴ്സ്മെന്റ് രജിസ്റ്ററിൽ ഇല്ല, സാലറി ഒക്കെ വരുന്ന ഒരു രജിസ്റ്റർ ഇല്ല സാർ? അക്വിറ്റൻസ് രജിസ്റ്റർ, അതിലൊക്കെ ഒരു സ്റ്റാമ്പ് വെച്ച് വേണ്ടേ നമ്മൾ ഒപ്പിട്ട് കൊടുക്കാൻ നമ്മുടെ സാലറിക്ക് അല്ലേ? പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഇപ്പൊ അതെല്ലാം നിർത്തിയെന്ന് തോന്നുന്നു. എല്ലാം ബാങ്ക് വഴി അല്ലെങ്കിൽ ട്രാൻസ്ഫർ വന്നോടുകൂടി. അപ്പൊ നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ത് വന്നാലും അതിന് റെസിപ്റ്റ് വേണം. അതിന് റവന്യൂ സ്റ്റാമ്പ് ഒട്ടിക്കണം 5000 കൂടുതൽ. അതും ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരമുള്ള ഒരു ക്ലോസ് ആണ്. ഒരു ഡൗട്ട്, ഈ എത്ര രൂപയുടെ സ്റ്റാമ്പാണ് ഒട്ടിക്കേണ്ടത്? 20,000 രൂപ ഫോർ എക്സാമ്പിൾ, 5000 രൂപയ്ക്ക് 1 രൂപയുടെ സ്റ്റാമ്പ് അല്ലെങ്കിൽ 20 പൈസയുടെ സ്റ്റാമ്പ് ഉണ്ടായി. 5000 മുകളിൽ സാറേ, 5000 വരെ വേണ്ട. അല്ല, 5000 കഴിഞ്ഞു കഴിഞ്ഞാല് ഓരോ 5000-ത്തിനാണ് അത് ഒരു 1 lakh ആണെങ്കിൽ 1 രൂപയുടെ സ്റ്റാമ്പ് മതിയോ? 1 lakh വരെയാന്ന് തോന്നുന്നത്. എത്രയോ ലാക്ക് വരെയാ സാറേ, ഞാനത് കൃത്യം നോക്കിയിട്ട്. അതിന് ഒരു എമൗണ്ട് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് വരെ ഉള്ളത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ അതിൽ കൂടിയ എമൗണ്ട് സ്റ്റാമ്പ് വേണം. അതുപോലെ വേറൊരു ഡൗട്ട്, ഈ സ്റ്റാമ്പ് ഇല്ലെങ്കിൽ ഇപ്പം കിട്ടാനായിട്ട് ഷോർട്ടേജ് ആണല്ലോ. അപ്പം നമ്മുടെ മറ്റേത് വാലിഡ് അല്ലേ? ഈ റെസീറ്റ് ഒക്കെ നമ്മൾ കൊടുക്കുന്നില്ലേ? റെസിപ്റ്റ് അത് വാലിഡ് അല്ല. നമുക്കൊരു കോടതി അല്ലെങ്കിൽ അവിടെ പോയി പ്രൂവ് ചെയ്യാൻ പറ്റുകയല്ലോ. ലീഗൽ വാലിഡിറ്റി ഇല്ലാണ്ട് പോകും. ലീഗൽ വാലിഡിറ്റി വേണമെങ്കിൽ ഈ സ്റ്റാമ്പിൽ തന്നെ വേണം. അല്ലാണ്ട് നമുക്ക് റെക്കോർഡായിട്ട് വേണമെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കാന്നല്ലാണ്ട് നമുക്കൊരു ലീഗൽ പോയി അത് നടപ്പാക്കി എടുക്കണമെങ്കിൽ, ഒരു കോടതിയിൽ പോയി നടപ്പാക്കി എടുക്കണമെങ്കിൽ ആ സ്റ്റാമ്പ് ഒട്ടിച്ചിരിക്കണം 5000 മുകളിൽ. അല്ലെങ്കിൽ കോടതി അത് സ്വീകരിക്കില്ല, തള്ളിക്കളയും. ഓക്കെ. ഇതുപോലെ തന്നെ നമ്മളൊരു കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ അതിനും സ്റ്റാമ്പ് വേണ്ടേ? കോർട്ട് സ്റ്റാമ്പ് അല്ലേ? കോർട്ട് സ്റ്റാമ്പ്. ഈ സ്റ്റാമ്പുകളെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇറ്റ്സ് എ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഗവൺമെന്റ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ടിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ. ഇതിനെപ്പറ്റി ഇനി കൂടുതലൊന്നും ഇല്ലെങ്കിൽ ഞാൻ അടുത്ത ആക്ടിലേക്ക് പോവാണ്.
അതും സ്റ്റാമ്പ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരെണ്ണം തന്നെയാണ്. അത് കേരള ഗവൺമെന്റ് ഇതുപോലെ ഒരു സ്റ്റാമ്പ് ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം 5 സ്റ്റേറ്റുകളിൽ ഒന്നാണ് കേരള ഗവൺമെന്റ്. കേരള ഗവൺമെന്റ് ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. 1959 ഈ കേരള ഗവൺമെന്റ് ഈ സ്റ്റാമ്പ് ഉണ്ടാക്കിയത്. കേരള ഗവൺമെന്റിന് ഈ പണം ഉണ്ടാക്കിയാൽ തിരക്കേടില്ല എന്ന് അവർക്ക് തോന്നി. അവരും അവരുടേതായ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കി. അപ്പം ഇവരുടേതായ കേരളത്തിൽ നടപ്പാക്കുന്ന ചില കാര്യങ്ങൾക്കെല്ലാം ഈ കേരള ഗവൺമെന്റിന്റെ സ്റ്റാമ്പാണ്. ഇപ്പൊ നമ്മൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാങ്കുകളെല്ലാം ലോൺ കൊടുക്കുമ്പോൾ ഒരു എഗ്രിമെന്റിൽ ഒപ്പിടിക്കും. ആ ഇതിന് വേണ്ട. അതുപോലെ തന്നെ നമ്മൾ എന്ത് എഗ്രിമെന്റ് എൻ്റർ ചെയ്താലും ആ എഗ്രിമെന്റ് വാലിഡ് ആകണമെങ്കിൽ അതിന് സ്റ്റാമ്പ് വേണം. അത് സ്റ്റാമ്പിനുള്ള അധികാരം സ്റ്റേറ്റിനാണ്. ആ സ്റ്റേറ്റ് പറയുന്ന ഇതും പ്രകാരം ആണ് സ്റ്റാമ്പ്. ഇപ്പോൾ വലിപ്പമുള്ള സ്റ്റാമ്പാണ്. റവന്യൂ സ്റ്റാമ്പിനേക്കാളും വലിപ്പമുള്ളത്. അത് വേറെ സ്റ്റാമ്പാ. അല്ല, നമ്മുടെ ഇത് എഴുതിയാൽ മതി. സ്റ്റാമ്പ് പേപ്പർ എടുത്താലും മതി. നമ്മുടെ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ ഇല്ലേ, ആ സ്റ്റാമ്പ് പേപ്പറിൽ എടുക്കാം. അല്ലെങ്കിൽ അതിന് പകരം ഒരു സ്റ്റാമ്പ് ഉണ്ട്, ആ സ്റ്റാമ്പ് ഒട്ടിച്ചാലും മതി. അപ്പം ആ സ്റ്റാമ്പ് അത് പല പല വ്യത്യസ്തമായ വിലയിലുള്ള സ്റ്റാമ്പുകളുണ്ട്. അത് ഇപ്പോൾ എഗ്രിമെന്റിനുള്ള ഇത് 200 രൂപയാണ്. അതുപോലെ തന്നെ ഇൻഡംനിറ്റി എഗ്രിമെന്റ് ആണ് 500 രൂപ വേണം. ഇതുപോലെ തന്നെ വലിയ നീണ്ട ഒരു സ്റ്റാമ്പിന്റെ ലിസ്റ്റുള്ള ഒരു സാധനമാണ് ഞാൻ അത്യാവശ്യം നമുക്ക് വേണ്ട 2 കാര്യം ഇതിനകത്ത് പെടുത്തിയിട്ടുള്ളതെന്ന് മാത്രം. അപ്പൊ കേരള ഗവൺമെന്റ് പ്രകാരം കേരളത്തിന്റെ അതോറിറ്റി ഉള്ള എല്ലാത്തിനും നമ്മൾ സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടത് ഈ കേരള സ്റ്റാമ്പ് ആക്ട് പ്രകാരമുള്ള സ്റ്റാമ്പ് ആണ് നമ്മൾ ഒട്ടിക്കുന്നത്. 1959 മിക്കവാറും എല്ലാ കൊല്ലങ്ങളിലും ഇത് അമെൻഡ്മെന്റ് ഉണ്ടാകാറുണ്ട്. ഈ അമെൻഡ്മെന്റിലാണ് അവർ ഇത് കൂട്ടുകയോ അല്ലെ കുറയ്ക്കുകയോ ചെയ്യുന്നത്. കുറയ്ക്കുക എന്ന് പറയുന്ന പരിപാടി പൊതുവെ ഉണ്ടാകാറില്ല. പിന്നെ ഉണ്ടാകുന്ന എന്നതാണ് സ്റ്റാമ്പ് വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് റവന്യൂ കൂടും. അതിനുള്ള ഒരു മാർഗമാണ് ഒരു ഡൗട്ട് കൂടെ. പിന്നെ ഡൗട്ട് അല്ല, ഈ സ്റ്റാമ്പ് പേപ്പറിന് വേറെ ഇപ്പം ഈ സ്റ്റാമ്പ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പൊ അതെല്ലാം അംഗീകാരം കിട്ടിയിട്ടുണ്ട് സാർ. ഇതിനകത്തെല്ലാം ഈ ആക്ടിൽ വേണ്ട മോഡിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അത് വെച്ച് എടുക്കാം. ഈ സ്റ്റാമ്പ് വെച്ച് വേണേലും എടുക്കാം. അതിനുള്ള എല്ലാം പെർമിഷൻ ഉണ്ട്. പണ്ട് നമ്മൾ ഈ ജുഡീഷ്യൽ സ്റ്റാമ്പ് പേപ്പർ മാത്രമേ പറ്റുള്ളൂ. ഇപ്പൊ അതിന് വേറെ അഡ്ഹസീവ് സ്റ്റാമ്പ് ഉണ്ട്, നമുക്ക് ഒട്ടിക്കാവുന്ന സ്റ്റാമ്പ്. അതും ഇതിനകത്ത് കൊടുത്തിട്ടുള്ള അത് ഈ ആക്ട് പ്രകാരമാണ്, കേരള സ്റ്റാമ്പ് ആക്ട് പ്രകാരം വന്നിട്ടുള്ള ഒരു അധികാരമാണ്. അത് പ്രകാരമാണ് കേരള ഗവൺമെന്റ് ആൾക്കാർ ഇതിന്റെ ഒരു ലീഗൽ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരിതാണ്. അത് കേരള സ്റ്റാമ്പുമായിട്ട് ബന്ധമുണ്ട്. പോസ്റ്റൽ സ്റ്റാമ്പുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. പോസ്റ്റൽ സ്റ്റാമ്പ് ഈസ് ഡിഫറൻറ്റ്. അത് പോസ്റ്റ് ഓഫീസിന്റെ മാത്രം ഉപയോഗത്തിനുള്ള സ്റ്റാമ്പാണ്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് നമ്മുടെ സ്റ്റാമ്പ് വെൻഡേഴ്സ് തരുന്ന സ്റ്റാമ്പാണ്. ഇതിനുവേണ്ടി എക്സ്ക്ലൂസീവ് ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ, സ്റ്റാമ്പ് വെൻഡേഴ്സ്. ഒരു ഡൗട്ട് കൂടെ. ഈ സ്റ്റാമ്പ് നേരത്തെ മേടിച്ചോണ്ടിരുന്ന ഈ റവന്യൂ സ്റ്റാമ്പ് ഒക്കെ 20 പൈസയുടെ 1 രൂപയുടെ സ്റ്റാമ്പ് ഒക്കെ നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുമായിരുന്നു. ഇപ്പൊ അത് എവിടുന്നാ കിട്ടുന്നത്? ഇപ്പൊ അത് പോസ്റ്റ് ഓഫീസിൽ കിട്ടത്തേ ഇല്ലല്ലോ. അത് സ്റ്റാമ്പ് വെൻഡേഴ്സിന്റെ അടുത്തുണ്ട് സാർ. അപ്പൊ അവിടെ പോയി മേടിക്കണം. അല്ല, നമ്മുടെ സ്റ്റാമ്പ് വെൻഡേഴ്സ് ഇല്ല. നമ്മുടെ രജിസ്ട്രാർ ഓഫീസ് രജിസ്റ്റർ ഒക്കെ എഴുതുന്നത് അവിടെ സ്റ്റാമ്പ് വെൻഡേഴ്സ് ഇരിപ്പുണ്ട്. അവരുടെയിലുണ്ട് ഈ സാധനമുണ്ട്, റവന്യൂ സ്റ്റാമ്പും ഉണ്ട് അവിടെ. അവരുടെ അടുത്ത് അവര് ട്രഷറി പണ്ട് പോസ്റ്റ് ഓഫീസ് വഴിയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഈ സ്റ്റാമ്പ് വെൻഡേഴ്സിന്റെ അടുത്താണ്. അവര് ട്രഷറിയിൽ നിന്ന് കളക്ട് ചെയ്യും. അപ്പൊ ഞാൻ അടുത്ത ആക്ടിലേക്ക് ഞാൻ പോവാണ്. ഓക്കെ, അടുത്ത നമ്മുടെ IT ആക്ട് ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2000 വന്ന ഒരു ആക്ടാണ്. കാരണം ഇൻഫർമേഷൻ ടെക്നോളജി നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രയോഗത്തിൽ വന്നത് അടുത്ത കാലങ്ങളിലായിട്ടാണ്. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇത് വളരെ മുൻകാലത്ത് വന്നെങ്കിലും ഇന്ത്യയിൽ ഇതിൻ്റെ കൂടുതൽ ഉപയോഗവും അതിന് നിയമപരമായ പ്രാബല്യവും വന്നത് അടുത്ത കാലങ്ങളിലാണ്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അഥവാ IT ആക്ട് നിലവിൽ വന്നത്. അതിനുശേഷമാണ് ഈ ഇൻഫർമേഷൻ ടെക്നോളജി പ്രകാരമുള്ള നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കോൺട്രാക്റ്റുകൾക്കും ഒരു വാലിഡിറ്റി വന്നത്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് കോമേഴ്സ്, അതുപോലെ തന്നെ സൈബർ
ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, സൈബർ ക്രൈം എന്നുള്ള ഒരു കാര്യത്തിനും കോടതിക്കും അതുപോലെ തന്നെ പോലീസിന് എല്ലാം സൈബർ പോലീസ് വരെയുള്ള കാര്യങ്ങളെല്ലാം അധികാരം വരാനായിട്ടുള്ള ഒരു ആക്റ്റാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അത് കമ്മ്യൂണിക്കേറ്റീവ് രീതിയിൽ, ട്രാൻസാക്ഷണൽ രീതിയിൽ, സാധാരണ കമ്മ്യൂണിക്കേഷൻ പോലെയല്ല, ഇലക്ട്രോണിക്സിലുള്ള കമ്മ്യൂണിക്കേഷൻ, ഇതിനെല്ലാം ഈ ടെക്നോളജിക്കൽ ഉപയോഗിക്കുന്ന എല്ലാ ഡിവൈസ് വഴിയുള്ള എല്ലാ ലാംഗ്വേജസ്, ഇതിനെല്ലാം അതോറിറ്റികൾ വന്നത് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം. അതുപോലെ തന്നെ ഈ സൈബർ ക്രൈം എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതിന് അതോറിറ്റി ആർക്കുണ്ടാകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ വന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം. ഈ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടാണ് ബാങ്കുകളും അവരുടെ ട്രാൻസാക്ഷനുകൾ ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അവരുടെ ചെയ്യുന്ന ട്രാൻസാക്ഷൻ എല്ലാം ഒരു ലീഗൽ അതോറിറ്റി വേണമെങ്കിൽ അതിന് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ സപ്പോർട്ട് അവർക്ക് ആവശ്യം. ഈ ആക്ട് പ്രകാരം മാത്രമേ ഇത് കോടതിയിൽ പോയി അവര് സിസ്റ്റം വഴി അല്ലെ കമ്പ്യൂട്ടർ വഴി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷനുകൾ എല്ലാം വാലിഡിറ്റി വരണമെങ്കിൽ അതിന് ഈ ആക്ടിന്റെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സഹായം ആവശ്യം. അതുപോലെ തന്നെ പണ്ട് നമ്മൾ DD ചെക്ക് എല്ലാം ഉപയോഗിച്ചാണ് ഫണ്ട് ട്രാൻസ്ഫറുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതെല്ലാം ഒരു വളരെ റയറായ ഒരു ഇടപാടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പകരം ഇപ്പോൾ നമ്മൾ ഇടപാട് നടത്തുന്ന എല്ലാം എങ്ങനെയാണ്? ഇലക്ട്രോണിക്സ് മോഡ് വഴിയുള്ള ട്രാൻസ്ഫറും അല്ലേ, RTGS, NEFT, അങ്ങനെയുള്ള പല ഇൻഫർമേഷൻ ടെക്നോളജി ടൂൾസുകളാണ് ഇപ്പോൾ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫറുകൾക്ക് പോലും ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം അതോറിറ്റി കൊടുത്തത്, അതായത് പേപ്പർലെസ് ട്രാൻസാക്ഷൻ, അതിന് ഒരു അതോറിറ്റി വന്നത് ഈ ഇൻഫർമേഷൻ ആക്ട് പ്രകാരമാണ്. ഇന്നിപ്പോൾ നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കാതെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. ഇന്റർനെറ്റ് ജീവിതത്തിന്റെ ഒരു ഭാഗമായി വന്നു. ഈ ഇന്റർനെറ്റ് ഉപയോഗത്തിന് ഒരു ലീഗൽ സ്റ്റാറ്റസ്, ലീഗൽ അതോറിറ്റി വേണം. അതിന് ഉള്ള അതോറിറ്റി വന്നതും ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. അതുപോലെ പണ്ട് നമ്മൾ എല്ലാ സിഗ്നേച്ചർ ഒപ്പിട്ട് കൊടുക്കണമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇലക്ട്രോണിക് സിഗ്നേച്ചർ വരെ കൊടുക്കാൻ പറ്റും. ഒരുപാട് സിഗ്നേച്ചറിന്റെ ആൾക്കാർ ഇപ്പൊ ഇലക്ട്രോണിക് രീതിയിലുള്ള സിഗ്നേച്ചറുകളാക്കിയിരിക്കുക. അതിനും ഒരു അതോറിറ്റി വന്നത് ഈ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ബാങ്കിന് വളരെ അത്യന്താപേക്ഷിത കാര്യമാണ്. അതിന് ഏറ്റവും അവർക്ക് അതോറിറ്റി കൊടുക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആക്ടാണ് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ജസ്റ്റ് റെഫറൻസ്, നമ്മുടെ ഒരു അറിവിലേക്ക് ഇതാണ്. അല്ലാണ്ട് ഇതിന്റെ കാര്യങ്ങളെല്ലാം ഡീപ്പായിട്ട് പോകണമെങ്കിൽ ഈ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം വേണമെങ്കിൽ ക്ലാസ്സുകൾ എടുക്കേണ്ട ആവശ്യം വരും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ള എല്ലാവരും അറിവിലേക്ക് കൊണ്ടുവരിക, അത് മാത്രമാണ്. ഓക്കെ സാറേ, എനിക്ക് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? സോറി. ഓക്കെ സാർ. ഇതായത് ഈ അടുത്ത കാലത്തെ ആക്സിസ് ബാങ്കിൽ നിന്ന് ഒരു ഡ്രാഫ്റ്റ് എടുത്തപ്പോഴേ അതിനകത്ത് അവരൊരു കോഡ് വെച്ചിട്ട് തന്നു. എന്നിട്ട് മാനേജറിന്റെയോ അല്ലെങ്കിൽ ആരുടെയും സിഗ്നേച്ചർ ഇല്ലാതെ പറഞ്ഞു ഇത് വാലിഡ് ആണ്, ഇത് എടുത്തു എന്ന് പറഞ്ഞു. ഒരു ആക്സിസ് ബാങ്കിന്റെ വിത്തൗട്ട് മാനേജറിന്റെയോ അല്ലെങ്കിൽ ആരുടെയും സിഗ്നേച്ചർ ഇല്ല, അത് വാലിഡ് ആണോ? അതേ ചിലപ്പോ സാറേ ആ സിഗ്നേച്ചർ എടുക്കാൻ തക്കൊണ്ട് അവർക്ക് എന്തെങ്കിലും അതിനകത്ത് എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് കാണും അതിനകത്ത്. അല്ല, ഏതാണ്ട് കോഡ് ഉണ്ടായിരുന്നു, ഒരു കോഡ് ഏതോ ഇതുണ്ടായിരുന്നു. പക്ഷെ സാറ് അത് നോർമലായിട്ടുള്ള പബ്ലിക്കിന് അറിയാൻ പറ്റും ഇത് വാലിഡ് ആണോ അല്ലെന്നുള്ളത്. അത് പബ്ലിക്കിന് ചിലപ്പോൾ അവരെന്തെങ്കിലും അവിടെ അവരുടെ ഇതിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ അവർ അവിടെ ഓഫീസിൽ ഇത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും സാറേ. ഓക്കെ, അതേ ഉള്ളൂ. അത് ഇതിനൊക്കെ അതോറിറ്റി കൊടുത്തിരിക്കുന്ന ഒരു ആക്ടാണിത്. ഈ ആക്ട് പ്രകാരം ഇങ്ങനെയുള്ള എന്തെങ്കിലും കോഡുകൾ ഉണ്ടെങ്കിൽ ആ കോഡിനെയും അംഗീകാരം കോടതി കൊടുക്കും. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ അതാണ്.
അപ്പൊ ഞാൻ പറയില്ല, ഇപ്പം പലർക്കും ഒരുപാട് സിഗ്നേച്ചർ ഇടുന്നതിന് ഇപ്പൊ ഒരു സീൽ അടിച്ചാൽ ആ സിഗ്നേച്ചർ അല്ലേ ഇപ്പൊ പല ഓഫീസുകൾ ഉപയോഗിക്കുന്നില്ല, ആ ടൈപ്പ് സിഗ്നേച്ചർ സാർ. ഡിജിറ്റൽ സിഗ്നേച്ചർ. ആ സിഗ്നേച്ചർ അത് ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ മാതിരിയുള്ളത്. അതിനെല്ലാം അതോറിറ്റി, പണ്ട് ഒരു അതോറിറ്റി ഉള്ള കാര്യം അല്ലായിരുന്നു, ഇപ്പൊ അതിന് അതോറിറ്റി ഉണ്ട്. ഓക്കെ, അതുപോലെ ആയിരിക്കും ആക്സിസ് ബാങ്ക്, അവരൊക്കെ കൂടുതൽ ഹൈലി ടെക്നോളജിക്കാരാ, അവർക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും മെത്തേഡ് കാണും. ഓക്കെ, അതിനെപ്പറ്റി അതിന്റെ കൂടുതൽ അവരെന്നാ മെത്തേഡ് ഉപയോഗിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഈ വലിയ വലിയ ഷോപ്പുകളിൽ കാണാൻ സാറേ, അവരൊരു കോഡ് പോലെ വെച്ചിട്ടുണ്ട്. ആ കോഡ് വെച്ച് കഴിയുമ്പോഴത്തേന് അവരുടെ ബില്ലടിക്കുന്നതിൽ അതെല്ലാം തെളിഞ്ഞു വരും എന്നാന്നുള്ളത്. ഇല്ല, നമ്മൾ ഈ വലിയ ഷോപ്പുകളിലൊക്കെ കാണാൻ മേലെ. ശരിയാ. അപ്പൊ ആ ടൈപ്പ് എന്തെങ്കിലും മെത്തേഡ് അവർ ഉപയോഗിക്കുന്നുണ്ടോ സാർ? അതായിരിക്കും. ശരി, ഇനി നമ്മൾ അടുത്ത ആക്ടിലേക്ക് പോവാണ്. അടുത്ത ഒരു ആക്ടാണ്. ഈ ആക്ടിൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത്, നമ്മൾക്ക് ഒരു ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ ഇടപാടിന് നടപ്പാക്കാൻ വേണ്ടി നമുക്ക് കോടതിയെ സമീപിക്കണം. നമുക്ക് എന്ന് വേണേലും പോയി ആ കോടതിയെ സമീപിക്കാൻ പറ്റും. എന്നോട് ഒരാൾ കുറെ കാശ് വാങ്ങിച്ചു, അതിന് എൻ്റെ രേഖയും തന്നു. ആ രേഖ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ രേഖ വെച്ച് ഏതെങ്കിലും കാലത്ത് പോയി നമുക്ക് കോടതിയിൽ പോയി ഇത് അംഗീകാരം നേടിയെടുക്കാൻ പറ്റുമോ? അതാണ് മൈ ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽ എല്ലാം 10 വർഷത്തേക്കാണെന്ന് തോന്നുന്നു വാലിഡ്. ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഇല്ല, അതിനൊരു പീരീഡ് ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടല്ലേ? ഉണ്ട്, പീരീഡ് ഉണ്ട് എന്ന് അറിയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു പീരീഡ് കൊടുക്കാൻ ഒരു ആക്ട് ഉണ്ട്. ആ ആക്ടാണ് ഇതിനെപ്പറ്റി നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്, ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയും. അതായത്, നമ്മൾ എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ആ കോൺട്രാക്റ്റ് നടപ്പാക്കാൻ നമ്മൾ കോടതിയിൽ പോകുന്നതിന് ഒരു കാലപരിധി തന്നിട്ടുണ്ട്. ആ കാലപരിധിക്കുള്ളിൽ നമ്മൾ കോടതിയിൽ പോയിരിക്കണം. ആ കാലപരിധിക്ക് മുമ്പ് പോയിട്ടില്ലെങ്കിൽ അത് വാലിഡ് അല്ലാണ്ടായി. അതിനുള്ള പീരീഡും അങ്ങനെയുള്ള ഒരു ലിമിറ്റേഷൻ വെച്ചതാണ് ലിമിറ്റേഷൻ ആക്ട്. ആ ലിമിറ്റേഷൻ ആക്ട് സാറ് ചോദിച്ച ആ ലിമിറ്റേഷൻ 10 കൊല്ലം ഒന്നുമില്ല. ഇറ്റ് ഈസ് ഓൺലി 3 years. 3 കൊല്ലേ ഉള്ളൂ കേട്ടോ സാറേ. നമ്മുടെ സാധാരണ ഒരു കോൺട്രാക്ട് അതിന് നമ്മൾ കോടതിയിൽ പോയി നടപ്പാക്കണ 3 കൊല്ലത്തിനകം കേസ് ഫയൽ ചെയ്യണം. ഈ 3 കൊല്ലം എന്നുള്ളത് പാർട്ടി വന്ന് നമുക്ക് എഗ്രി ചെയ്ത് ഒരു ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ അത് നീട്ടിയെടുക്കാൻ പറ്റുമോ അതിനെ സംബന്ധിച്ച്. 3 കൊല്ലത്തിനകം തന്നെ പോകണമെന്നില്ല. നമ്മൾ 3 കൊല്ലം അടുത്താവുമ്പോൾ ആ പാർട്ടിയോട് ഒരു എഗ്രിമെന്റ് പോലെ മേടിക്കുകയാണ്. എൻ്റെ ഇന്നത്തെ ലയബിലിറ്റി ഇത്ര രൂപയുണ്ട്, അത് ഇനിയും തുടരാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് മേടിച്ചു കഴിഞ്ഞാൽ അതിനെ വീണ്ടും ഒരു 3 കൊല്ലത്തേക്ക് നീട്ടാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ടാണ് ബാങ്കുകൾ ഏതെങ്കിലും ഒരു ലോണിന് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ചു കാലം കഴിയുമ്പോൾ അവർ വന്ന് വീണ്ടും ഒന്ന് ഒപ്പിട്ട് തരണമെന്ന് പറയും. അതിന് ബാങ്കുകാർ പറയുന്ന പേരാണ് അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ്. അതായത്, എനിക്ക് നിങ്ങളുടെ ബാങ്കിൽ ഒരു ലയബിലിറ്റി ഉണ്ട്, ഞാൻ എഗ്രി ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന് അവരൊരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ നമ്മൾ ഒപ്പിട്ട് കൊടുത്താൽ അതിൻ്റെ പേരാണ് അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ്. അത് ബാങ്കുകളെല്ലാം സ്ഥിരമായി മുണയ്ക്കുന്നവരാ കോടതി പോകാൻ. ഇപ്പൊ തൽക്കാലം കോടതി പോകുന്നില്ലെങ്കിൽ അക്നോളജ്മെന്റ് ഡെറ്റ്, അതായത് നമുക്കൊരു ലയബിലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുക. AOD എന്നാണ് അതിന്റെ ഷോർട്ടിൽ പറയുന്നത്. അത് ഓരോ ബാങ്കും ഓരോ പേര് പറയും. അപ്പൊ ഇങ്ങനെയുള്ള ഈ പേപ്പർ ഒപ്പിട്ട് മേടിച്ചാലും മതി. ഇല്ലെങ്കിൽ 3 കൊല്ലത്തിനകം നമ്മൾ കോടതിയിൽ പോയിരിക്കണം. അല്ലെങ്കിൽ ആ കോൺട്രാക്ട് പിന്നീട് കോടതിയിൽ പോയി നടപ്പാക്കിയെടുക്കാൻ നമുക്ക് പറ്റില്ല. ഇത് സാധാ നമ്മുടെ ഒരു കോൺട്രാക്ട് അല്ല. ഇനി നമ്മുടെ ഈ ഏർപ്പെട്ടിരിക്കുന്ന കോൺട്രാക്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻവോൾവ് ആണെങ്കിൽ, ഒരു മോർഗേജ് ഉള്ളതാണെങ്കിൽ, ആ മോർഗേജിനുള്ള ലിമിറ്റേഷൻ തന്നിരിക്കുന്നത് 12 കൊല്ലമാണ്. അതിന് 12 കൊല്ലം വരെ സമയം. നമുക്കിപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ തന്നു, ആ മോർഗേജിന് 12 കൊല്ലം വരെ വാലിഡിറ്റി ഉണ്ട്. നമ്മുടെ ഒരു സാധാ കോൺട്രാക്റ്റിനാണ് 3 കൊല്ലം എന്ന് പറഞ്ഞ ഒരു വാലിഡിറ്റി. ഇത് 12 കൊല്ലമാണ് മോർഗേജ് പ്രോപ്പർട്ടി. ഇതുപോലെ തന്നെ
ഗവൺമെന്റുമായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള, ഗവൺമെന്റിന് എന്തെങ്കിലും ബാധ്യത വരുന്ന ഒരു കേസ് ഇതാണെങ്കിൽ അതിന്റെ ലിമിറ്റേഷൻ പീരീഡ് 30 കൊല്ലം വരെയാണ്. അതിനാണ് ചില വസ്തുവിലൊക്കെ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഇതിനകത്ത് ഉണ്ടെങ്കിൽ അവരോട് പറയും, ബാങ്കുകൾ പോയി പറയും, നിങ്ങൾ 30 കൊല്ലത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറയും. അതിന്റെ കാരണം അതിനകത്ത് ഗവൺമെന്റിന്റെ എന്തെങ്കിലും ലയബിലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റുമായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രാക്ട് അതിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളത് എൻ്റർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ബാധ്യത സർട്ടിഫിക്കറ്റ് വേണ്ട 30 കൊല്ലത്തെയാണ്. കാരണം അതിന്റെ ലിമിറ്റേഷൻ പീരീഡ് കിടക്കുന്നത് 30 കൊല്ലത്തേക്കാണ്. അപ്പൊ ഇതാണ് ലിമിറ്റേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇനി ഈ ലിമിറ്റേഷൻ ഇതല്ലാണ്ട് വേറെ ചില ഷോർട്ട് കട്ടുകളുണ്ട്. ഇപ്പൊ ബാങ്കിൽ നിന്ന് ഒരാൾ പോയി ഒരു ലോൺ എടുത്തു, 3 ലക്ഷത്തിന് രൂപയുടെ ലോൺ എടുത്തു. അത് അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടച്ചോണ്ടിരിക്കുക. ഈ അടയ്ക്കുന്നതിന് അവനൊരു വൗച്ചറിൽ ഒപ്പിടും. ആ വൗച്ചർ ഇദ്ദേഹമായി എഗ്രിമെന്റ് ഒപ്പിട്ട അതേ സിഗ്നേച്ചറിലാണ് ഈ വൗച്ചർ ഒപ്പിട്ടിരിക്കുന്നതെങ്കിൽ ആ അടയ്ക്കുന്ന ദിവസം അവൻ ഈ അക്നോളജ്മെന്റ്, ഈ ലയബിലിറ്റി അക്നോളജ്മെന്റ് ചെയ്തതായിട്ട് ബാങ്കിന് വേണേൽ പ്രൂഫായിട്ട് എടുക്കാം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അന്ന് മുതൽ വീണ്ടും 3 കൊല്ലത്തേക്ക് കിട്ടും. പക്ഷേ ബാങ്കുകൾ പൊതുവെ അതിനെ ഒരു രേഖയായിട്ട് പലപ്പോഴും സ്വീകരിക്കുന്നില്ല. കാരണം ചില ജഡ്ജിമാര് അതിനെ രേഖയായിട്ട് അംഗീകരിക്കാത്ത ചില കേസുകൾ ഉണ്ടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബാങ്ക് ഓൺ സേഫർ സൈഡിൽ എന്നാണോ എഗ്രിമെന്റ് എടുത്ത് അതിന് 3 കൊല്ലം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത് വരും, അല്ലെ നമ്മളെ വിളിക്കും, നിങ്ങൾ വന്ന് ഒപ്പിട്ട് തരണം, അല്ലെങ്കിൽ ഞങ്ങൾ കോടതി പോകേണ്ടി വരും എന്ന് പറയും. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കേസുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പോയി അത് ബാങ്കിന് ഒപ്പിട്ട് കൊടുക്കണം. ഒപ്പിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവർ കോടതി പോകും. അങ്ങനെ കോടതി പോയി കഴിഞ്ഞാൽ ആ കോർട്ട് ഫീയും അതിന് വേണ്ട രജിസ്ട്രേഷൻ ഫീസും ഇത് മുഴുവൻ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരായിരിക്കും. അതിനിട കൊടുക്കാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ലയബിലിറ്റി നമുക്കുണ്ടെങ്കിൽ അത് നമ്മൾ അക്നോളജ് ചെയ്യാനായിട്ട് തയ്യാറാക്കണം എന്ന് ഞാൻ പറയുകയാണ്. ഇങ്ങനെയുള്ള ഈ ലയബിലിറ്റി നമ്മൾ അക്നോളജ്മെന്റ് ചെയ്യുന്നതിന് കേരള ഗവൺമെന്റ് ഇപ്പോൾ ഒരു സ്റ്റാമ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്റ്റാമ്പിന്റെ പേരാണ് AOD സ്റ്റാമ്പ് എന്ന് പറയും, അക്നോളജ്മെന്റ് സ്റ്റാമ്പ് എന്ന് പറയും. അതിന് കേരള ഗവൺമെന്റ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് 20 രൂപയാണ്. ആ 20 രൂപയുടെ ഒരു സ്പെസിഫൈഡ് സ്റ്റാമ്പ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റാമ്പ് ഒട്ടിച്ച് വേണം ഇത് ഒപ്പിടാൻ. അപ്പം ആ രീതിയിലും കേരള ഗവൺമെന്റ് ഒരു കാശ് ഉണ്ടാക്കാൻ പറ്റുന്നു. കാരണം ബാങ്കുകൾക്ക് എല്ലാ സമയത്തും ഒരു ബാങ്കുകളും ഒരിക്കലും ഈ 3 കൊല്ലത്തിനകം കേസിൽ പഠിക്കാൻ പോവുകയില്ല. അതിന് പകരം അവർ ഇതിൽ ആൾക്കാരോട് ഒപ്പ് മേടിക്കുക ചെയ്യും. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് ഒപ്പ് വാങ്ങിക്കുമ്പോൾ ഗവൺമെന്റിന് അതൊരു നല്ല റവന്യൂ ആണ്. അതിനാണ് AOD സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ചെക്കിന്റെ ഡേറ്റ് കാലാവധി തീർക്കുന്നത് ഇത് തന്നെയാണ്. ചെക്കിന് ഇപ്പൊ 3 മാസം 6 മാസം എന്നൊക്കെ പറയുന്നത് അതിന് ഇതല്ല സാർ, അത് വേറെ ആക്ടാണ്. അതിന് ഇതാണ് അതിന്റെ വാലിഡിറ്റി പീരീഡ് വേറെ ആക്ട് പ്രകാരമുള്ളതാണ്. അതിന് ഇത് ബാധകമല്ല. ഇത് നമ്മളുടെ ഒരു കോൺട്രാക്റ്റിന്റെ വാലിഡിറ്റി നീട്ടുന്നതിനുള്ള ഒരു അക്നോളജ്മെന്റ്, ലയബിലിറ്റിയുടെ അക്നോളജ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ലിമിറ്റേഷൻ ആക്ട്. ഈ ലിമിറ്റേഷൻ ആക്ട് വരാനുള്ള കാരണം തന്നെ സെറ്റിൽമെന്റിന് വേണ്ടിയായിരിക്കും അല്ലെ? സെറ്റിൽമെന്റ് അത് ഒരു കാലപരിധിക്കകമെങ്കിൽ ഇത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ, ഇങ്ങനെ ഒരു ആക്ട് ഇല്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇന്നൊരു ഇടപാട് നടത്തി നമ്മൾ ഒന്നും ചെയ്യാൻ ഒരു 30 കൊല്ലം കഴിഞ്ഞ് അവനൊരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ സെറ്റിൽമെന്റ് എന്നാ തീരുക? അത് ഇതിന്റെ എവിടുന്ന് ഇതിന്റെ ഡോക്യുമെന്റ്സ് ട്രേസ് ചെയ്യാൻ പറ്റും? കോടതിക്ക് എങ്ങനെ ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ പറ്റും? അതിനൊരു അന്ത്യം ഉണ്ടാകില്ല. അങ്ങനെ ഒരു അന്ത്യം ഉണ്ടാകണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഈ ലിമിറ്റേഷൻ ആക്ട് വന്നത്. ഇനി അടുത്ത ആക്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇനി അടുത്ത ആക്ടാണ് സാബു സാർ പറഞ്ഞ ഒരു ആക്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടാണ്. ഈ ആക്ടാണ് നമ്മളെ ഓരോ വ്യക്തികൾക്കും അവന് പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പബ്ലിക്ക് കൊടുക്കേണ്ട ഏത് വിവരങ്ങളും അവന് കിട്ടാതെ പോവുകയാണെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടി അവന് ആ ഓഫീസിനെ സമീപിക്കാൻ തക്കമുള്ള ഒരു അധികാരം കൊടുത്ത ഒരു ആക്ടാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ആ ആക്ട് പ്രകാരം ഒരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ അവന് കൊടുക്കാൻ ഈ പബ്ലിക് ഓഫീസ് ബാധകമാണ്. അത് ബാധകമാക്കിയത് 2005 വന്ന ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്.
ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചുള്ള അവന്റെ സീക്രട്ട് ഇൻഫർമേഷൻ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് തരാൻ പബ്ലിക് ഓഫീസ് ബാധകം അല്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ കിട്ടുന്ന ഒരു കേസാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഒരു വ്യക്തിയുടെ ബാലൻസ് എത്രയാണെന്ന് ഇവനെ അറിയിക്കണം എന്നുള്ള വിവരം. പക്ഷേ അങ്ങനെയുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയുടെ ബാലൻസ് ബാങ്കുകൾ കൊടുക്കുകയില്ല. അതിന് കൊടുക്കുന്ന റിപ്ലൈ ബാങ്കുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആ രീതിയിലുള്ള റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമുള്ള റിക്വസ്റ്റാണ്. വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ബാലൻസ് അറിയണം, അല്ലെ അവൻ എന്തെങ്കിലും ഇടപാട് അതിനകത്ത് നടത്തിയിട്ടുണ്ടോ എന്ന് അറിയണം. അത് അവൻ ആവശ്യപ്പെട്ടാൽ അവന് കൊടുക്കും, അല്ലാതെ വേറൊരു തേർഡ് പാർട്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും കൊടുക്കാൻ ബാങ്കുകൾ ബാധ്യസ്ഥരല്ല, അത് കൊടുക്കുകയുമില്ല. അങ്ങനെയുള്ളതിന് റിപ്ലൈ കൊടുക്കുക. ഇത് മറ്റു വ്യക്തികളുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു വിവരമാണ്, അത് നിങ്ങൾക്ക് തരാൻ ബാങ്കിന് ബാധ്യതയില്ല എന്നുള്ള ഒരു റിപ്ലൈ കൊടുത്ത് അത് ഒഴിവാക്കും. അപ്പം അങ്ങനെയുള്ള ഒരു അപേക്ഷയും ദയവ് ചെയ്ത് ആരും കൊടുക്കരുത്. അതായത് പബ്ലിക്കിന് മൊത്തം കിട്ടാൻ അവകാശപ്പെട്ട ഒരു രേഖയ്ക്ക് മാത്രമേ നമുക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ചോദിക്കാൻ അവകാശമുള്ളൂ. അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഓഫീസ് 30 ദിവസത്തിനകം മറുപടി തരാൻ അവർക്ക് ബാധ്യതയുണ്ട്. അത് അവർ തന്നേ മതിയാവും. എല്ലാ ഓഫീസുകളിലും അതിന് ഒരു ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണം എന്നും ഈ ആക്ട് പറയുന്നുണ്ട്. അത് എല്ലാ ഓഫീസുകളിലും ഒരാളെ ഇത് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ട്. അവർ ഇത് തരികയും ചെയ്യും. തരാൻ അവർക്ക് ബാധ്യതയുണ്ട്, അവർ തരേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, അത് പബ്ലിക്കിന് കൊടുക്കാൻ തക്കമുള്ള ഒരു രേഖയാണെങ്കിൽ മാത്രമേ അത് തരികയുള്ളൂ. ഒരു പ്രൈവറ്റ് വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഇൻഫർമേഷൻ നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് ബാങ്ക് തരികയില്ല. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശ്രദ്ധയിൽ വേണം. ഇത് ഇവിടെ പറഞ്ഞു 2 ദിവസം ക്ലാസ് എടുത്തൊരു വിഷയമാണ്. നമ്മൾ അത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റിലവൻസ് എന്താണ് എന്നുള്ളത് മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ആക്ടിലേക്ക് പോവുകയാണ്. അടുത്ത ഒരു ആക്ടാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട്. ഇന്ത്യൻ സക്സഷൻ ആക്ട് ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്ത്യൻ സക്സഷൻ ആക്ട് ആർക്കെങ്കിലും പറയാൻ പറ്റൂ ഇതെന്താണ്? ഇതിന്റെ ആരെങ്കിലും മരിച്ചുപോയി കഴിഞ്ഞാൽ സക്സീഡ് ചെയ്യുന്ന അത് തന്നെ. ആരെങ്കിലും ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ വസ്തുവകകൾ, അവന്റെ സ്വത്തുക്കൾ, അതിൻ്റെ അവകാശപ്പെട്ട ആൾക്ക് എങ്ങനെ കൈമാറ്റം കൊടുക്കണം എന്നുള്ളതിനെ പറ്റി പറയുന്ന ഒരു ആക്ടാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട്. ഇത് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആക്ടാണ്. കാരണം ബാങ്കുകൾ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നവരാണ്, മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം. ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം ഇതിനെ കൈകാര്യം ചെയ്യാൻ 2 രീതിയിലുള്ള അധികാരമുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ സക്സഷൻ ആൻഡ് ടെസ്റ്റമെന്ററി സക്സഷൻ. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബില്ല് എഴുതാതെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവകാശികളെ എങ്ങനെ കണ്ടെത്തണം എന്നുള്ളത്. ടെസ്റ്റമെന്ററി സക്സഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ ഒരു ബില്ല് എഴുതിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ ബില്ല് പ്രകാരം എങ്ങനെ ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിക്കുന്നതാണ് ടെസ്റ്റമെന്ററി സക്സഷൻ. ഈ ടെസ്റ്റമെന്ററി സക്സഷൻ പ്രകാരം ഇന്ത്യൻ സക്സഷൻ ആക്ട് ഇന്ത്യയിലുള്ള എല്ലാവർക്കും ബാധകമാണ്. ഹിന്ദുസ്, സിഖ്, ക്രിസ്ത്യൻ, ജെയിൻ, ബുദ്ധിസ്റ്റ്. സക്സഷൻ എല്ലാം ഇന്ത്യയിൽ തീരുമാനിക്കുന്ന ഓരോരുത്തരുടെ മതപരമായ രീതിയിലാണ്. കാരണം മതപരമായ സക്സഷൻ ആക്ടുകൾ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഹിന്ദു സക്സഷൻ ആക്ട് ഉണ്ട്, മുസ്ലിം സക്സഷൻ ആക്ട് ഉണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ബാധകമായിട്ടുള്ളതാണ് ഇന്ത്യൻ സക്സഷൻ ആക്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സക്സഷൻ
ഒരു വില്ലില്ലാതെയാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അതിന് ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു ആക്ട് പ്രകാരവും ഒരു മുസ്ലിം ആണെങ്കിൽ മുസ്ലിം ആക്ട് പ്രകാരവും മറ്റുള്ള ക്രിസ്ത്യൻ, ജെയിൻ, സിഖ്, ബുദ്ധിസ്റ്റ് ഇവരോ ഇതിലൊന്നും പെടാത്ത ഏത് മതക്കാരാണെങ്കിലും അവരെല്ലാം ഗവേൺ ചെയ്യേണ്ടത് ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം. വില്ലുള്ള ഒരു കേസുകളാണെങ്കിൽ ഏത് മതക്കാരനായാലും അത് ഇന്ത്യൻ സക്സഷൻ ആക്ട്. ഓക്കെ, ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനായിട്ടുള്ളത്. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ആക്ടിലേക്ക് പോകും. ഇത് ഹിന്ദു ആക്ട് പ്രകാരം ഉള്ള രീതിയിലല്ല, അവകാശിയല്ല മുസ്ലിം ആക്ട് പ്രകാരമുള്ള. മുസ്ലിം ആക്ട് പ്രകാരമുള്ള അധികാരിയല്ല, അല്ലെങ്കിൽ ഹിന്ദു ആക്ട് പ്രകാരമുള്ള അധികാരിയല്ല സക്സഷൻ ആക്ട് പ്രകാരമുള്ള അവകാശികൾ. ഇതെല്ലാം വ്യത്യസ്തമാണ്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും നല്ലത് ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരമുള്ള അവകാശികളെ കണ്ടെത്തൽ തന്നെയാണ്. അത് ഈ രണ്ട് വിഭാഗം ഒഴിച്ചു ബാക്കിയുള്ളവർക്ക് അതാ ബാധകമാണ്. സാറേ, നോമിനി ഉണ്ടെങ്കിൽ ഇതൊന്നും ബാധകമല്ല. നോമിനി ഉണ്ട്, ഇതൊന്നും ബാധകമല്ല. ബാധകമല്ല. നോമിനി ഇല്ലാത്ത കേസുകളിൽ മാത്രമേ ഇങ്ങനെയുള്ള കേസിന് റെലവൻസ് ഉള്ളൂ. ഓക്കെ, ശരിയാ സാറേ, റോയ് സാർ, ഞാനത് പറയാൻ വിട്ടുപോയതാണ്, അത് പറയേണ്ടതാണ്. പക്ഷെ ഈ ആക്ട് പ്രകാരമല്ല നോമിനിയുടെ ഇത് വരും, അതിന് പ്രത്യേകം വേറെ ഇതാണ്. ഓക്കെ, ശരി സാർ. ഇനി നമ്മൾ മറ്റൊരു ആക്ടിലേക്കാണ് പോകുന്നത്. ഇതും ബാങ്കുകളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആക്ടാണ്. ഈ ആക്ടിന്റെ പേരാണ് സർഫേസി ആക്ട്. ഇതും അടുത്ത കാലത്ത് 2002 ശേഷം വന്നിട്ടുള്ള ഒരു ആക്ടാണ് സർഫേസി ആക്ട്. സർഫേസി ആക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം കുറച്ച് നീണ്ടിട്ടാണ് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്നാണ് അത് പറയുന്നത്. അതായത് ഒരു ബാങ്ക് ഒരാൾക്കൊരു ബാധ്യത കൊടുത്ത് അവൻ അത് അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ അതിനെ നോൺ പെർഫോമിങ് അസറ്റ് ആയിട്ട് മാറ്റും. NPA എന്ന് പറയും. ഒരു NPA ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ബാങ്കുകൾക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ഇതിനു മുമ്പ് അവരൊരു സിവിൽ കോടതിയെ സമീപിക്കേണ്ടതുണ്ടായി. സിവിൽ കോടതിയുടെ വിധി കിട്ടുന്ന പ്രകാരം മാത്രമേ അത് നടപ്പാക്കിയെടുക്കാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ അതിനൊരു പരിഹാരമായിട്ടാണ് 2002 ഈ ആക്ട് കൊണ്ടുവന്ന സർഫേസി ആക്ട്. ഈ സർഫേസി ആക്ട് വന്നതോടുകൂടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ബാങ്കിന് ഈട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ഉള്ളതിന് മാത്രമേ ഇത് ബാധകമുള്ളൂ, പ്രോപ്പർട്ടി ഈട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പോകാതെ ഇതിന് നോട്ടീസ് കൊടുത്തുകൊണ്ട് പേപ്പറിൽ പബ്ലിഷ് ചെയ്തുകൊണ്ട് ആ പ്രോപ്പർട്ടി ബാങ്കിന് പിടിച്ചെടുക്കാവുന്നു. അതിന് അധികാരം കൊടുത്തിട്ടുള്ള ഒരു ആക്ടാണ് സർഫേസി ആക്ട്. അതായത് ഞാൻ ഒരു ബാങ്കിൽ പോയി ഒരു ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ട്. ആ ഹൗസിംഗ് ലോണിൽ വീഴ്ച വന്നു, അത് NPA പോയി. NPA പോയിട്ട് നമ്മൾ അടച്ചത് റെഗുലറൈസ് ചെയ്യുന്നില്ല എങ്കിൽ ബാങ്കുകൾക്ക് നമുക്ക് നോട്ടീസ് തരിക. നോട്ടീസ് തന്ന ശേഷം ഈ സർഫേസി ആക്ട് പ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ 2 പേപ്പറിൽ, ഒരു നാഷണൽ ലാംഗ്വേജ് പേപ്പർ ആൻഡ് ഒരു ലോക്കൽ ലാംഗ്വേജ് പേപ്പറിലും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി ബാങ്കിൽ പിടിച്ചെടുക്കും. നമ്മൾ ഈ പത്രങ്ങളിലൊക്കെ മിക്കവാറും കണ്ടിട്ടുണ്ട്, ബാങ്കുകൾ പൊസഷൻ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ല പത്രത്തിൽ ഒരുപാടെണ്ണം ഇങ്ങനെ വരാറുണ്ട്. അതിനകത്ത് എല്ലാ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസും എല്ലാം കാണും, ഇല്ലേ? കണ്ടിട്ടില്ലേ? മിക്കവാറും പല പത്രങ്ങളിലും കാണാറുള്ളത്, എല്ലാ ബാങ്കുകളും കൊടുക്കാറുണ്ട്. അപ്പൊ അത് ഈ സർഫേസി ആക്ട് പ്രകാരം ആ പ്രോപ്പർട്ടി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ബാങ്കിന്റെ ഒരു അധികാരമാണ്. അത് ബാങ്കുകൾ ചെയ്യുന്നത് ഈ ആക്ട് പ്രകാരമാണ്, സർഫേസി ആക്ട് പ്രകാരം. ഇപ്പൊ കുറച്ച് കാലമായിട്ട് അത് കാണുന്നില്ല സാർ, മറ്റേ സ്ഥിരമായിട്ട് കാണുമായിരുന്നു പല ബാങ്കുകളുടെയും. ഇപ്പൊ കുറച്ചായി, 2-3-4 കൊല്ലമായി ഇത് കാണുന്നേ ഇല്ല പലതും. സാറേ, അതെല്ലാം കോവിഡ് വന്ന് സാറല്ലേ, എല്ലാം ഇപ്പം ഇതാക്കി വെച്ചിരിക്കല്ലേ സാർ. ആ ശരിയാ, എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുകയാണല്ലോ അല്ലേ? NPA ഇല്ലല്ലോ, ഇതെല്ലാം നീട്ടി വെച്ചിരിക്കുകയല്ലേ. ശരിയാ, അതാണ്. അതുകൊണ്ടാണ് അധികം ചെയ്യാത്തത്. മറ്റെപ്പോഴും നമുക്ക് മിക്ക ദിവസം ആൾട്ടർനേറ്റ് ഡേയ്സിൽ കാണാം പല ബാങ്കിന്റെയും. പല ബാങ്കുകൾ കാണാം. അത് ഇതെല്ലാം ഈ ബാങ്കുകൾ ചെയ്യുന്ന ഈ ആക്ട് പ്രകാരം കേട്ടോ സാർ. സർഫേസി ആക്ട് പ്രകാരമാണ് ബാങ്കുകൾക്ക് ഇതിനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒരു അധികാരം ആണ് പ്രകാരം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞതേ. മിക്കവാറും എല്ലാം പല പത്രങ്ങളിൽ നമുക്ക് കാണാം ഇങ്ങനെയുള്ളത്.
ഒരുപാടെണ്ണം കാണാറുണ്ട്. ഈ സാറ് പറഞ്ഞ വളരെ കറക്റ്റ്. ഇപ്പൊ ഈ ഇടയായിട്ട് കാണുന്നില്ല, കാരണം ഈ കോവിഡ് വന്ന സാഹചര്യത്തിൽ ഇപ്പൊ ആരും ഇതിനു വേണ്ടിയിട്ട് പോകുന്നില്ല. തൽക്കാലം അത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞിരിക്കുക, അതുകൊണ്ടാണ്. ഓക്കെ. ഇത് പക്ഷെ ഈ സർഫേസ് ആക്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇവന്റെ ലയബിലിറ്റി മിനിമം 1 lakh എങ്കിലും ഉണ്ടാകും. 1 lakh അല്ല, എബോവ് 1 lakh. അതിൽ കൂടുതൽ ലയബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ സർഫേസ് ആക്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റൂ. എന്ന് മാത്രമല്ല, അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ഇൻവോൾവ് ആണെങ്കിൽ ഇതിന് ഈ സർഫേസ് ആക്ട് ബാധകമല്ല. അതുകൊണ്ടാണ് ഈ ഹൗസിംഗ് ലോൺ എല്ലാം കൊടുക്കുമ്പോൾ ആ വസ്തു നിലം എന്നെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ബാങ്കുകൾ ആ പ്രോപ്പർട്ടി സ്വീകരിക്കാൻ തയ്യാറാകില്ല. കാരണം നിലം എഴുതി പോയിട്ടുണ്ടെങ്കിൽ അത് അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആണ് എന്നുള്ളതാണ് ഇംപ്ലിക്കേഷൻ. അതുകൊണ്ട് ബാങ്കുകൾക്ക് ഈ സർഫേസ് ആക്ട് നടപ്പാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഹൗസിംഗ് ലോൺ കൊടുക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ആ പ്രോപ്പർട്ടി നമ്മുടെ ആധാരം എഴുതുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കണം. കരഭൂമിയാണെങ്കിലും അതിനകത്ത് എവിടെയെങ്കിലും നിലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നാധാരത്തിൽ വല്ലതും ഉണ്ടോ എന്ന് നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കണം. നിലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വസ്തുവിനെ ഈടായിട്ട് ഒരു ബാങ്കും എടുക്കുകയില്ല. അതൊരു ശ്രദ്ധയുണ്ടാകണം. അത് കാരണം ബാങ്കുകൾക്ക് സർഫേസ് ആയിട്ട് നടപ്പാക്കാൻ അഗ്രികൾച്ചർ പ്രോപ്പർട്ടി ആണെങ്കിൽ നടപ്പാക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് ഈ സർഫേസി ആക്ടിന് ഈ ഗ്യാരണ്ടറും ബാധകമാണല്ലോ അല്ലേ? ഗ്യാരണ്ടർ അല്ല, പ്രോപ്പർട്ടിക്കാ സാറേ അത് ബാധകമായിട്ട്. ഗ്യാരണ്ടർ പ്രോപ്പർട്ടി അനുസരിച്ചാണല്ലോ ഗ്യാരണ്ടർക്ക് വാല്യൂ കൊടുക്കുന്നത്, അല്ലാണ്ട് വെറുതെ കൊടുക്കുകയല്ലോ. അല്ല, ഗ്യാരണ്ടർ എന്ന് പറഞ്ഞാൽ ഇതിന് അഡീഷണൽ ആയിട്ട് ഇവന്റെ ഈ പ്രോപ്പർട്ടിന്ന് ഇതിന്ന് ഇവന് ഈ ലയബിലിറ്റി തീർക്കാൻ പറ്റിയാലെങ്കിൽ മൂന്നാം ഒരാളെ കൂടെ പിടിക്കുന്ന, അതാണ് ഗ്യാരണ്ടർ. ഓക്കെ, അവന് പോകണമെങ്കിൽ നമ്മൾ കോടതിയിൽ തന്നെ പോകണം. അല്ലാണ്ട് ഈ പ്രോപ്പർട്ടിയും ഗ്യാരണ്ടറുമായിട്ട് ബന്ധം ഉണ്ടാകണമെന്നില്ല. പക്ഷെ ചിലപ്പോൾ ബാങ്ക് എടുക്കും. ഇത് ഈ പ്രോപ്പർട്ടി ഒരു പ്രോപ്പർട്ടി 2 പേര് ഇൻവോൾവ് ആണെന്ന് വിചാരിച്ചു, അപ്പനും അധികാരമുള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ന് വിചാരിച്ചു. അപ്പം അപ്പനെയും കൂടെ ഇതിന്റെ ബാധ്യത കൊണ്ടുവരാൻ വേണ്ടി ഗ്യാരണ്ടി എടുക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സർഫേസ് പറ്റും. അല്ലാത്ത ഒരാളാണെങ്കിൽ അതിന് ഗ്യാരണ്ടറുടെയും കൂടെ ബാധ്യത ഇതിനെ കയറ്റണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ തന്നെ പോകും. ഓക്കെ, അതേ പറ്റും. ഓക്കെ, അപ്പൊ സർഫേസ് ആക്ട് കഴിഞ്ഞു. സാറേ, ഒരു ചെറിയ സംശയം സാറേ. സർഫേസ് ആക്ട് നടപ്പിലാക്കണമെങ്കിൽ ആദ്യം മിനിമം എത്ര കാലം ഡീഫോൾട്ട് വരുത്തണം? അങ്ങനെ ഈ ആക്ട് നടപ്പിലാക്കുന്ന മുമ്പേ ഈ പാർട്ടിയെ ഇന്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇന്റിമേറ്റ് ചെയ്തിരിക്കണം സാർ. ഇന്റിമേറ്റ് ചെയ്യാതെ സർഫേസ് നടപ്പാക്കാൻ മിനിമം എത്ര വർഷം ഡീഫോൾട്ട് വരുത്തിയാലാണ് ഇത് നടപ്പിലാക്കുക? മിനിമം വർഷം ഒന്നും വേണ്ട സാറേ. 90 days ഡീഫോൾട്ട് വന്നു കഴിഞ്ഞാൽ NPI. NPI എപ്പം വേണേലും നടപ്പാക്കാം. NPI ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ നോട്ടീസ് കൊടുക്കാനൊക്കെ കുറെ സമയങ്ങൾ എടുക്കൂല്ലോ സാറേ. 90 days കഴിഞ്ഞിട്ടല്ലേ NPI ആവുള്ളൂ. NPI കഴിഞ്ഞിട്ട് വേണം പിന്നെ ഈ നോട്ടീസുകൾ കൊടുക്കാനുള്ള നടപടികളിലേക്കൊക്കെ പോകാൻ. അപ്പൊ എങ്ങനെയായാലും ഒരു കൊല്ലമൊക്കെ എത്തും. തന്നെയല്ല, 90 days കഴിഞ്ഞാൽ ഉടനെ ബാങ്കുകൾ ഇതിനു വേണ്ടി പോവുകയല്ല. കുറച്ച് സമയം ഇവനത് റെഗുലറൈസ് ചെയ്യുമോ നോക്കിയിരിക്കുകയൊക്കെ ചെയ്യും. അതിനൊക്കെ ശേഷമേ ഇതിന് പോവുകയുള്ളൂ. ഓക്കെ സർഫേസ്. ഓക്കെ സാർ, ഇനി അടുത്ത ഒരു 2 ആക്ട് കൂടി ഉണ്ട്. നമ്മുടെ സമയം ഒരുപാട് ആയിരിക്കുന്നു, ഞാൻ പെട്ടെന്ന് അത് തീർക്കുന്നതാണ്. 2 ആക്ട് കൊണ്ട് തീർക്കും. അടുത്ത ഒരു ആക്ടാണ് കേരള റവന്യൂ റിക്കവറി ആക്ട്. ഇത് ആണ് നമ്മുടെ ഈ ജപ്തി ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടിട്ടില്ല സാർ? ജപ്തി ചെയ്യുക, വസ്തു ജപ്തി ചെയ്യുക. ഇത് സ്ഥിരമായിട്ട് ബാങ്കുകൾ നടപ്പാക്കുന്ന ഒരു കേസാണ്. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം കളക്ടർക്ക് അപേക്ഷ കൊടുക്കുക. കളക്ടർ ആണ് ഇതിന്റെ അധികാരി. ഈ കളക്ടർക്ക് ഇതിന് അധികാരം കൊടുത്ത ആക്ടാണ് കേരള റവന്യൂ റിക്കവറി ആക്ട്. ഈ കേരള റവന്യൂ റിക്കവറി ആക്ട് കേരളം ഫോം ചെയ്യുന്നതിന് മുമ്പേ കേരളത്തിൽ നിലവിലുള്ള ഒരു ആക്ട്. അതായത് ട്രാവൻകൂർ കൊച്ചിൻ ആക്ട് എന്നും, അതായത് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഉള്ളവർക്കും അതുപോലെ തന്നെ മലബാറിലുള്ളവർക്കും മദ്രാസ് റവന്യൂ റിക്കവറി ആക്ട് എന്നും പറഞ്ഞ് ഒരു ആക്ടുകളുണ്ടായി. ഈ ആക്ടുകളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ ആക്ടാണ് കേരള റവന്യൂ റിക്കവറി ആക്ട്. ഈ ആക്ട് പ്രകാരം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നടപ്പാക്കിയത് ഗവൺമെന്റ് എന്തെങ്കിലും ഡ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കാൻ കളക്ടർക്ക് അധികാരം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആക്ടാണ്. അതാണ് ഈ റവന്യൂ റിക്കവറി ആക്ട് 1968. ഇതിന്മേൽ പിന്നീട് ബാങ്കുകളുടെ ലയബിലിറ്റി ബാധകമാക്കിയിട്ടുണ്ട്. ബാങ്കുകളുടെ ലയബിലിറ്റി ആദ്യകാലങ്ങൾ മുതലേ തന്നെ ബാധകമാക്കിയിട്ടുള്ളതാണ്. ഇത് 68 മുതലാണ് ഇത് എംപവർ ചെയ്യാനുള്ള പവർ
ഡിസ്ട്രിക്ട് കളക്ടർ. ഇത് നടപ്പാക്കിയിട്ടുള്ളത് ഈ കേരള റവന്യൂ റിക്കവറി ആക്ട് പ്രകാരമാണ്. ബാങ്കുകളെല്ലാം അവരുടെ ബാധ്യതകൾ വന്നാൽ അതിന് നിർബന്ധമായിട്ടും റവന്യൂ റിക്കവറി ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യും. കാരണം അത് എന്നും എപ്പോഴും നിലനിൽക്കുന്നത് ഒരു ബാധ്യതയായി ഇവനെ പിടിക്കാൻ തക്കെയുള്ള ഒരു ഇടപാടായിട്ടാണ് ബാങ്കുകൾ ഇതിനെ കാണുന്നത്. ഈ ഒരു വസ്തു എഴുതി തള്ളണമെങ്കിൽ എഴുതി തള്ളുന്നതിന് മുമ്പ് പോലും റവന്യൂ റിക്കവറി കൊടുക്കും. അത് ബാങ്കിന്റെ ബുക്കിൽ നിന്ന് എഴുതി തള്ളിയാലും റവന്യൂ റിക്കവറി പ്രകാരമുള്ള അവരുടെ ആക്ഷൻ ബാങ്കുകൾ വിഡ്രോ ചെയ്യില്ല. കാരണം അത് എന്നും എപ്പോഴും അവന് നിലനിൽക്കും. ഈ റവന്യൂ റിക്കവറി പ്രകാരം ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കളക്ടർ അത് അതിൻ്റെ റവന്യൂവിൽ ഇത് മാർക്ക് ചെയ്യും. അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിലെ റെക്കോർഡുകൾ വരെ ഈ റവന്യൂ റിക്കവറി എന്നുള്ളൊരു കംപ്ലൈന്റ് ഇവന്റെ ഏത് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും അതിന്മേൽ റെക്കോർഡഡ് ആണ്. ആ റെക്കോർഡഡ് ആയതുകൊണ്ട് പിന്നീട് ഇവൻ വസ്തു സംബന്ധമായ എന്ത് കാര്യത്തിന് ചെന്നാലും വില്ലേജ് ഓഫീസുകാർ അത് ചെയ്തു കൊടുക്കില്ല. അതാണ് ബാങ്കിനുള്ള മെച്ചം. അതുകൊണ്ട് ഏത് ലയബിലിറ്റി കിട്ടാനുണ്ടെങ്കിലും ബാങ്ക് അതിന് റവന്യൂ റിക്കവറി കൊടുക്കും. ആ റവന്യൂ റിക്കവറി കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പ്രോപ്പർട്ടി ബാധ്യതയുള്ളതാണ്. അതിന്മേൽ ഒന്നും ചെയ്യാനായിട്ട് ആ പാർട്ടിക്ക് പിന്നെ കഴിയില്ല. അതുകൊണ്ട് ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു ആക്റ്റാണ് ഈ റവന്യൂ റിക്കവറി ആക്ട്. ഈ റവന്യൂ റിക്കവറി ആക്ട് പ്രകാരം കളക്ടർ പൈസ തിരിച്ചു തരുന്നതിന് 5% കമ്മീഷൻ കളക്ടർ കൊടുക്കണം. ആ ബാങ്കുകൾ കൊടുക്കണം. ബാങ്കുകൾ ഈ പാർട്ടിയുടെ നിർണ്ണയിക്കും. ഓക്കെ. അപ്പം ഇങ്ങനെയാണ് ഈ റവന്യൂ റിക്കവറി ആക്ടും ബാങ്കുകളുമായിട്ടുള്ള ഒരു ബന്ധം. തീർച്ചയായിട്ടും എല്ലാ ബാധ്യതകളെ സംബന്ധിച്ചിടത്തോളം ബാങ്കുകൾ നടപ്പാക്കുന്ന ഒരു ആക്ടാണ് റവന്യൂ റിക്കവറി ആക്ട്. ഓക്കെ സാറേ. ഇനി അടുത്ത ഒരൊറ്റ ആക്ട് കൂടെ ഉള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ട് അല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ പീറ്റർ സാറ് പറഞ്ഞതുകൊണ്ട് ഇതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആഡ് ചെയ്ത് വന്നാണ് ബാങ്കിങ് ഒംബഡ്സ്മാൻ. ബാങ്കിങ് ഒംബഡ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിങ് ഒംബഡ്സ്മാൻ എന്ന് പറഞ്ഞൊരു ആക്ട് ഇല്ല. അത് ആദ്യം ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് ഒംബഡ്സ്മാനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമിച്ചിരിക്കുന്നത്. ബാങ്കിങ് ഒംബഡ്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാങ്കിന് എന്തെങ്കിലും പോരായ്മയോ കുറവോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഉള്ള കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്യാൻ തക്കവണ്ണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു ബോഡിയാണ് ബാങ്കിങ് ഒംബഡ്സ്മാൻ. ഇതിന്റെ ബാങ്കിങ് ഒംബഡ്സ്മാൻ എല്ലാ സ്റ്റേറ്റ് ക്യാപിറ്റലുകളിലും ഉണ്ട്. ഏതാണ്ട് 20 സ്റ്റേറ്റുകളുടെയും ക്യാപിറ്റലുകളിൽ ഉണ്ട്. കേരളത്തിലും ഉണ്ട്. കേരളത്തിലെ ബാങ്കിങ് ഒംബഡ്സ്മാൻ ഇരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ആ തിരുവനന്തപുരത്ത് നമുക്ക് ബാങ്കുകളെ സംബന്ധിച്ചുള്ള എന്ത് കംപ്ലൈന്റും ഈ ബാങ്കിങ് ഒംബഡ്സ്മാനിൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലും അവരുടെ സർവീസിനെ സംബന്ധിച്ച് പോരായ്മയുണ്ടെങ്കിൽ അത് നേരിട്ട് ഒംബഡ്സ്മാനിൽ പോകാൻ പാടില്ല. ആദ്യം ബാങ്കിനെ അറിയിക്കണം. ഇന്ന പോരായ്മയുണ്ട്, ഇന്നത് എനിക്ക് ഇവിടെ നടപ്പാക്കി കിട്ടാൻ. പറഞ്ഞോളൂ സാർ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചതാണോ? അല്ലെങ്കിൽ അങ്ങോട്ട് പോവാണ്. ഇത് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അതെന്താണ് പ്രശ്നമെന്ന് ബാങ്കുകളെ നേരിട്ട് നമ്മൾ അറിയിക്കണം. അറിയിച്ചിട്ട് അവരത് പരിഹരിച്ച് തന്നിട്ടില്ലെങ്കിൽ മാത്രമേ ബാങ്കിങ് ഒംബഡ്സ്മാനെ സമീപിക്കാൻ പറ്റൂ. ബാങ്കിങ് ഒംബഡ്സ്മാനിൽ പോകണമെങ്കിൽ കോടതികളിൽ പോകുന്ന പോലെ ഒരു ഫീസും അടയ്ക്കേണ്ട കാര്യമില്ല. വെറും ഒരു വെള്ള പേപ്പറിൽ മാത്രം എഴുതി പരാതി കൊടുത്താൽ മതി. ഇത് ഓൾ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഷെഡ്യൂൾഡ് പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്സ്, ഇത്രയും ബാങ്കുകൾ ഈ ഒംബഡ്സ്മാന്റെ പരിധിയിൽ വരുന്നുണ്ട്. ഇവരുടെ എല്ലാവരെയും പറ്റിയുള്ള പരാതികൾ ഇവിടെ കൊടുക്കാവുന്നതാണ്. വെള്ള പേപ്പറിലോ ഒരു ഇമെയിലായിട്ടോ നമ്മൾ പരാതി കൊടുത്താലും മതി. ഇതിന് പ്രത്യേക ഒരു ഫീസും അടയ്ക്കേണ്ട ആവശ്യമില്ല. ഈ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ഈ കംപ്ലൈന്റിന്റെ അഡ്രസ് ഓഫ് ദ ബ്രാഞ്ച്, അതുപോലെ തന്നെ നമ്മുടെ കംപ്ലൈന്റിന്റെ വസ്തുത എന്താണ്, ഇത്രയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കാണിച്ചിരിക്കണം. എന്തെങ്കിലും ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ടഡ് ഡോക്യുമെന്റും കൊടുക്കേണ്ട കാര്യമുണ്ട്. ഈ ഒംബഡ്സ്മാനെ 20 ലക്ഷം വരെയുള്ള ബാധ്യതകളെ സംബന്ധിച്ചുള്ള കേസുകൾ നമുക്ക് സമീപിക്കാവുന്നതാണ്. ഇനി നമുക്ക്
എന്തെങ്കിലും ഈ കുറേ കാലം നടക്കേണ്ടി വരുമോ, എന്തെങ്കിലും മാനസികമായ ബുദ്ധിമുട്ടുകൾ ഈ ബാങ്ക് പ്രകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് 1 ലക്ഷം വരെയുള്ള ലയബിലിറ്റിക്ക് വേണേലും ഈ ഒംബഡ്സ്മാനെ നമുക്ക് സമീപിക്കാം. എന്തെങ്കിലും മാനസിക പീഡനം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ബാങ്കുകളിൽ അതിനെ സംബന്ധിച്ചും വേണേൽ പരാതി കൊടുക്കാവുന്നതാണ്. പക്ഷെ അതിന്റെ മാക്സിമം ലയബിലിറ്റി 1 ലക്ഷം മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പരിധി അതിന് വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒംബഡ്സ്മാൻ അതിന് തീർച്ചയായിട്ടും ഒരു പരിഹാരം തരും. ഇനി എന്തെങ്കിലും അവർ ഈ പരാതി പരിഹരിക്കേണ്ടതല്ലെങ്കിൽ അവരത് റിജക്റ്റ് ചെയ്യും. ഇനി ഒംബഡ്സ്മാൻ തരുന്ന ആ വിധിക്കെതിരെ ഈ ഒംബഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജ്, കോർട്ട് ജഡ്ജോ അഡ്വക്കേറ്റോ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. അത് ഏതെങ്കിലും ബാങ്ക് ഒഫീഷ്യലോ എന്തെങ്കിലും ആകാം. അത് റിസർവ് ബാങ്ക് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒംബഡ്സ്മാനെ പറ്റി എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അതിന് മുകളിൽ ഒരു അപ്പലറ്റ് ബോഡി ഉണ്ട്. അത് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ സ്റ്റാറ്റസിലുള്ള ഒരാളായിരിക്കും. അവരാണ് അവരുടെ അടുത്ത് 30 days മുമ്പായിട്ട് നമുക്ക് പരാതി കൊടുക്കാം. ആ പരാതി കൊടുത്ത് അവരുടെ അടുത്തുനിന്ന് ഒംബഡ്സ്മാനെ പറ്റിയുള്ള പരാതി കൊടുക്കാൻ പറ്റും. അവിടെയും പരിഹാരം ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് കോടതി പോകാൻ മാത്രം മാറും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത് ബാങ്കിങ് ആക്ട്സിനെ പറ്റിയുള്ള ഏതാണ്ട് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ബാങ്കുകൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഏതെല്ലാം ആക്ടുകളെയും കവർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം കുറച്ച് കൂടിപ്പോയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ്ട് കവർ ചെയ്ത ഏതാണ്ട് 12ഓളം ആക്ടുകളുണ്ട്. അതിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ആക്ട്, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട്, കേരള സ്റ്റാമ്പ് ആക്ട്, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്, ഇന്ത്യൻ ലിമിറ്റേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഇന്ത്യൻ സക്സഷൻ ആക്ട്, സർഫാസി ആക്ട്, കേരള റവന്യൂ റിക്കവറി ആക്ട്, ബാങ്കിങ് ഒംബഡ്സ്മാൻ ആക്ട്. ഓക്കെ, ഇതിനെപ്പറ്റി ഒന്നും ഡീപ്പായിട്ടോ ഒന്നും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെന്നുള്ള ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ബാങ്കുകളെ സംബന്ധിച്ച് ഇതുപോലുള്ള നിയമപരമായ കാര്യങ്ങൾ മാത്രമല്ല, സാമൂഹ്യ മേഖലകളിലും ബാങ്കിന്റെ പേര് ഇപ്പോൾ പലയിടത്തും ഒരുപാട് പേര് കേൾക്കുന്നു. ആ കാര്യത്തിലും ഈ ബാങ്കുകളുടെ പേര് ഇപ്പോൾ പല കാര്യത്തിലും ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലേ ബ്ലഡ് ബാങ്ക്, കേട്ടിട്ടുള്ളതല്ലേ? അതുപോലെ തന്നെ ഇപ്പം വേറൊരു ബാങ്ക് ഉണ്ട്, ടൈം ബാങ്ക്. അതിനെപ്പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ടൈം ബാങ്ക് അത് സ്വിറ്റ്സർലൻഡിലൊക്കെ നടപ്പാക്കിയുള്ളൂ. ഇന്ത്യയിൽ മധ്യപ്രദേശിലുണ്ടെന്ന് ടൈം ബാങ്ക്. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഒരു ടൈം നമ്മൾ മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളൊരു പാസ്ബുക്ക് പോലെ നോട്ട് ചെയ്തു തരും. പിന്നീട് നമ്മൾ പ്രായമാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഇത് പ്രകാരമുള്ള സേവനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ടൈം ബാങ്ക്. ഇങ്ങനെയുള്ള പലതും ഉണ്ട്. ജലബാങ്ക്, ജലം, ATM, ഇങ്ങനെയുള്ള ഒരുപാട് സേവനങ്ങളെല്ലാം ഇന്ന് ലഭ്യമാണ്. അപ്പം ഇങ്ങനെയുള്ള സേവനങ്ങളും ഇങ്ങനെയുള്ള നിയമങ്ങളും എല്ലാം എല്ലാവർക്കും ഉപകാരം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രോഗ്രാം ഇവിടെ നിർത്തുന്നു. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനോ പറയാനോ ഫീഡ്ബാക്ക് തരാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഉണ്ടാവണം, എന്നാലേ ഞാൻ അടുത്ത പ്രാവശ്യം ഇതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ലൊരു സെഷൻ ആയിരുന്നു, നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു. കൂടുതൽ അറിവ് കിട്ടാൻ പറ്റി, പലതിനെ കുറിച്ചും, പ്രത്യേകിച്ച് സ്റ്റാമ്പ് പേപ്പറിനെ കുറിച്ചും ഒക്കെ കിട്ടാൻ പറ്റി. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ സാറേ, ഏതായാലും എൻ്റെ ഒരു അഭിപ്രായത്തില് എന്തെങ്കിലും ഇത് സംബന്ധിച്ച ഒരു വിവരം കിട്ടിയാൽ അതിന്റെ ഡീറ്റെയിൽ അന്വേഷിക്കാൻ മാത്രം പോയച്ചാൽ മതി. ഇത് ഇന്ന വകുപ്പുകളാണെന്നുള്ള വിവരം മനസ്സിലാവും. ഇപ്പൊ ഈ ട്രാൻസാക്ഷനിലും ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും എല്ലാം വേറെ ആരെയും അല്ല, ഇന്ന വകുപ്പ് പ്രകാരം പോയാൽ മതിയല്ലോ എന്നുള്ള ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ വർത്തിയായിട്ടുണ്ട്. അത് തന്നെയല്ല, ഇത് സാറിന്റെ ഈ ക്ലാസ്സിലൂടെ അല്ലാതെ ഇത് വായിച്ചും ഒക്കെ കിട്ടാൻ എവിടെയൊക്കെ തപ്പിയെടുക്കാനും പാടാ. ഇപ്പൊ തപ്പിയെടുക്കണമെങ്കിൽ തന്നെ ഇതിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. സാറിന്റെ കൺക്ലൂഷൻ പറഞ്ഞേക്കണ ആക്ടുകൾ മതി. അവസാനം പറഞ്ഞ കൺക്ലൂഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മള് ആണ്. അപ്പൊ അതുകൊണ്ട് വളരെ വർത്തിയായിരുന്നു. അത് തന്നെയല്ല, ഞാൻ സാറിന്റെ ക്ലാസ് ആദ്യം അറ്റൻഡ് ചെയ്തപ്പോൾ മുതലുള്ളതും ഇപ്പോഴും ആയിട്ടുള്ള എൻ്റെ ഒരു അവസ്ഥ, എനിക്ക് എന്തൊക്കെയോ ഇത് സംബന്ധിച്ച് അറിയാമെന്നുള്ളൊരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. ഇത് നോക്കുമ്പോഴാ റബ്ബർ ചെയ്യാനുണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. വളരെ സന്തോഷം സാറേ. സാറേ, ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്റെ പ്രശ്നം സാറിനോട് ഞാൻ പറഞ്ഞു.
അപ്പൊ അത് ഞാൻ ഈ ഓംബുഡ്സ്മാനിലേക്ക് പോകേണ്ട ഒരു ചിന്തയൊക്കെ അന്ന് എനിക്ക് വന്നു. എന്ന് പറഞ്ഞാൽ നമ്മളെ മനഃപൂർവ്വം നമ്മുടെ സമയം കളയുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നുവെന്ന് ഉള്ള പരാതി. പിന്നെ ഞാൻ ആലോചിച്ചു, നമുക്ക് വേവോളം ഇരിക്കാമെങ്കിൽ 6 ഓളം ഇരിക്കാതെ, അങ്ങനെ നിർത്തിക്കളഞ്ഞതാണത്. ഓക്കെ, അത് തന്നെയാണ് നല്ലത് സാറേ. നമ്മൾ ആദ്യം ഓംബുഡ്സ്മാനിൽ പോണേ ആദ്യം അവരുടെ അടുത്ത് നേരെ പരാതി കൊടുത്തിട്ട് വേണം പോകാൻ സാർ. നേരെ ഓംബുഡ്സ്മാനിൽ പോയി അവര് റിജക്ട് ചെയ്യും. അത് അറിയില്ല. അപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ആ കാര്യം മനസ്സിലായത്. ഓക്കെ സാർ, എന്തായാലും വളരെ ഇൻഫർമേറ്റീവ് ആയിരുന്നു. മാത്രമല്ല, നമുക്കല്ല ഇത് കൂടുതൽ ഉപകാരപ്രദമാവുന്നു. വളരെ ലോക്കലായ ആളുകളുണ്ട്, അവർ സാർ ഇത്ര രൂപ കൊടുക്കാണ്ട് ഇങ്ങനെ നോട്ടീസ് വന്നു, അങ്ങനെ നോട്ടീസ് വന്നു. കാരണം ആ പീരീഡിലുള്ള ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് ആണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് അവരൊരിക്കലും ചിന്തിക്കുന്നില്ല. അവർ ആ സിമ്പിൾ ഇൻട്രസ്റ്റ് വെച്ച് കണക്കാക്കിയിട്ട് തട്ടിപ്പോണെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത് അങ്ങനെ പലരും വരുമ്പോ ഞാൻ പറയും, വെയിറ്റ്, നമുക്കത് അന്വേഷിക്കാം. അങ്ങനെ പറയുമ്പോ തന്നെ അവർക്കൊരു ആശ്വാസം കിട്ടും. എന്തായാലും സാറിൽ നിന്ന് കുറെ വിവരങ്ങൾ കിട്ടി. നന്നായിരുന്നു സർ. താങ്ക് യു. താങ്ക് യു. സാറിന് എന്തെങ്കിലും പറയാനാണ് വേണുഗോപാൽ സാറേ? ഇതേ വേണു സാറിന് പോയോ? ഓക്കെ, തോമസ് സാറേ എന്ത് പറയും സാറേ? തോമസ് സാറേ, ഞാൻ ജോർജ് മാത്യു. പറഞ്ഞു സാർ. ബാങ്ക് ജോലിക്കാരനായതുകൊണ്ട് സ്റ്റാമ്പ് ആക്ട് പറയുന്ന സമയം തൊട്ടാണ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ ഒരു CIB-യുടെ ഒരു റിഫ്രഷ്മെന്റ് പോലെ തന്നെ ഉണ്ടായിരുന്നു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. പക്ഷെ സാർ ഒരു വളരെ മനോഹരമായ രീതിയിൽ, അത് ആർക്കും മനസ്സിലാകുന്ന രീതിയിൽ എനിക്കൊരു റിഫ്രഷിംഗ് ആയിരുന്നു. അതിന്റെ കൂടെ കുറച്ച് അഡീഷൻസും ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ രീതിയിൽ ഇത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ ഇത് അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ ഗ്രേറ്റ്. യു ആർ എ റിയൽ ടീച്ചർ. എനിക്കത് പറയാൻ പറ്റും. സാർ ബാങ്കർ ആണോ? ഏത് ബാങ്കിലായിരുന്നു? ഞാൻ കാനറ ബാങ്കിലായിരുന്നു. റൈറ്റ്. അപ്പൊ സാർ, ഞാൻ ഒരു കാനറ ബാങ്കിന്റെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഐ മീൻ ഫെഡറൽ ബാങ്ക് ആക്ച്വലി. എനിക്ക് 1 വർഷം കൂടി ഉള്ളൂ റിട്ടയർ ചെയ്യാനായിട്ട്. റിട്ടയർ ആയിട്ടില്ല, ഇപ്പോഴും ഉണ്ട് സർവീസിലുള്ള. ഓക്കെ, ഈ ജൂണിലെ റിട്ടയർ ചെയ്യുള്ളൂ. എന്റെ മദറിന്റെ പേരിലുള്ള പെൻഷൻ അക്കൗണ്ടും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ക്രെഡിറ്റ് ആയിക്കൊണ്ടിരുന്നത് കാനറ ബാങ്കിന്റെ എന്റെ നാട്ടിൽ കോട്ടയത്തുള്ള ഒരു ബ്രാഞ്ചിലാണ്. ബ്രാഞ്ചിന്റെ പേര് ഞാൻ പറയുന്നില്ല. എന്റെ സ്വന്തം നാട്ടിൽ തന്നെ. അപ്പൊ അവിടെ എന്റെ മദറിന്റെ മരണശേഷം മദറിന്റെ റെസീറ്റ്സ് ഒക്കെ നോക്കിയപ്പോൾ ഞാൻ എന്റെ നോമിനേഷൻസ് ഉള്ള ഡെപ്പോസിറ്റ്സ് ഒക്കെ ആ ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് എൻ്റെ അവര് ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി കൊടുത്തപ്പോൾ മാറ്റി തന്നു. എന്റെ അമ്മ കഴിഞ്ഞ ഫെബ്രുവരി 15 മരിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞ ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടിയാണ് എനിക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. അത് എൻ്റെ പേരിലുള്ളതൊക്കെ മാറ്റി സിസ്റ്ററിന്റെ പേരിലുണ്ടായിരുന്നു. സിസ്റ്ററിന്റെ പേരിലുള്ളതെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ മൂത്ത മകന്റെ പേരിലും ഇളയ മകന്റെ പേരിലും 1-2 ഡെപ്പോസിറ്റ്സ് മദർ നോമിനേഷൻ എഴുതി വെച്ചിരുന്നു. അപ്പം ഞാൻ ഇളയ മകന്റെ പേരിലുള്ള ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടെ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, കാനറ ബാങ്ക് ഇപ്പം മെർജ് ചെയ്തല്ലോ, ബാങ്കുമായിട്ട് മെർജ് ചെയ്തു. ഒരു സിൻഡിക്കേറ്റ് ബാങ്കിലെ മാനേജറാണ് ഇപ്പൊ അവിടുത്തെ മാനേജർ. ഓഫീസർ ഫ്രം സിൻഡിക്കേറ്റ് ബാങ്ക് ഈസ് മാനേജിങ് ദ ബ്രാഞ്ച്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ മോർ ഓവർ മൈ സൺ ഇസ് അറ്റ് ദാറ്റ് ടൈം അവനവിടെ ഹൈദരാബാദിലൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈക്രോബയോളജിയിൽ ഒരു ട്രെയിനിങ് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ കാൻ പ്രസന്റ് പേഴ്സണലി. അപ്പൊ ഞാൻ ഇതെല്ലാം കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞു, ഹീസ് ഹാവിങ് ആൻ അക്കൗണ്ട്, എ KYC എനേബിൾഡ് അക്കൗണ്ട് അറ്റ് ഫെഡറൽ ബാങ്ക്, അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാനൊരു റിക്വസ്റ്റ് കൊടുത്തു. അപ്പം അവര് പറഞ്ഞു, ദ പാർട്ടി ഷുഡ് റീച്ച് ദ ബ്രാഞ്ച്. One second thing, the party's account should be in Canara Bank. ഞാൻ പറഞ്ഞു, സാറേ ഇത് അങ്ങനെ ഒരു വകുപ്പില്ല. KYC കംപ്ലൈന്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ഏതെങ്കിലും ഒരു ബാങ്ക് ഇവിടെയോ ജമ്മു കാശ്മീരിലോ എവിടെയോ ആയിക്കോട്ടെ ഉണ്ടെങ്കിൽ, ആക്ച്വലി ദാറ്റ് അക്കൗണ്ട് വാസ് ഇൻ ഐസോൾ ബിക്കോസ് അറ്റ് ദാറ്റ് ഹിസ് അക്കൗണ്ട് വാസ് ഓപ്പൺ ബൈ മീ വെൻ ഐ വാസ് ദ മാനേജർ ഓഫ് ഐസോൾ മിസോറാം. It is still in ഐസോൾ. That doesn't matter, but it is a federal bank account and it is KYC complied and a certificate can be arranged from the bank that it is a KYC complied account.
പിന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നൗ ഹീസ് ഇൻ ഹൈദരാബാദ്, ഞാൻ കാനറ ബാങ്കിലുള്ള കാനറ ബാങ്ക് ഹൈദരാബാദിലുള്ള ഏതെങ്കിലും ഒരു ബാങ്കിൽ കയറി മോഹൻ നേരിട്ട് ചെന്ന് കണ്ടിട്ട് ഈ അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുത്തിട്ട് ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞൊരു ഐഡന്റിഫിക്കേഷൻ കൂടെ ചെയ്തു തരാമോ? ഇതിന് പറ്റുകയില്ല. കാനറ ബാങ്കിൽ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്താലേ കാനറ ബാങ്കിലെ ഒരാളുടെ മരണാനന്തരമുള്ള ഈ സക്സഷൻ പ്രകാരമുള്ള ഈ നോമിനേഷൻ പ്രകാരമുള്ള ഇത് കിട്ടുകൊള്ളുന്നു. അത് ശരിയായ ഒരു നില. ഞാൻ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. പിന്നെ സിൻസ് ഐ എം എ ബാങ്കർ അതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൊടുത്തില്ല. ഇതുവരെ തീരുമാനമായിട്ടില്ലേ? ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം മോൻ വന്നിട്ടുണ്ട്. പക്ഷേ ഈസ് അറ്റ് ട്രിവാൻഡ്രം, ഐ എം ഓൾസോ അറ്റ് ട്രിവാൻഡ്രം. അപ്പം അവനെയും കൂട്ടി മണ്ണാട് വരെ ഇപ്പോഴത്തെ സാഹചര്യം ഹീസ് ഫോർ എ ഷോർട്ട് വിസിറ്റ്, ഹി ഹാസ് ടു ഗോ ബാക്ക് ബൈ സൺഡേ. അപ്പം ഒരു പെട്ടെന്ന് അവനെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റിയല്ലോ. അതുകൊണ്ട് ഞാൻ അവന്റെ ഒരു ലെറ്റർ എഴുതി വാങ്ങിച്ചു. അതുകൊണ്ട് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ കാനറ ബാങ്കിന്റെ സെൻട്രൽ ഓഫീസിൽ വരെയുള്ള ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്. കാരണം ഐ എം ലുക്കിംഗ് ആഫ്റ്റർ SLBC matters in my bank. Since Canara Bank is the lead bank. SLBC കേരളത്തിലൊക്കെ SLBC. അതെ, അത് കാനറ ബാങ്ക് ആണല്ലോ എന്റെ ബാങ്ക്. ആ രീതിയിൽ അവരെയൊക്കെ ഞാൻ അവരെ ആരെങ്കിലും കാണിച്ച് ഈ കാര്യം പറഞ്ഞ് അവരെ കൊണ്ടൊന്ന് അറ്റസ്റ്റ് ചെയ്യിച്ചിട്ട് ഒന്ന് അയച്ചു കൊടുക്കാന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെ ഓരോരുത്തരും എടുക്കേണ്ട ഒരു ഡിസിഷനാണ് സാർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ബാങ്കിൽ അങ്ങനെ വരണമെന്ന് ഒരു നിർബന്ധം, അങ്ങനെ ഒന്നും നിർബന്ധമില്ല. പക്ഷെ പൊതുവെ ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ട്, വരണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. പക്ഷെ ഇതൊന്നും അത്ര അത്യാവശ്യമായ ഒരു കേസൊന്നും അല്ല. അത് ഓരോരുത്തരും ഒരു ഡിസിഷൻ എടുക്കാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ KYC ഡീറ്റെയിൽസ് എല്ലാം കൊണ്ടുതരാം. ആധാർ ആൻഡ് പാൻ കാർഡ് അറ്റാച്ച്ഡ് ആണ്. ആധാർ ആൻഡ് പാൻ കാർഡ് അറ്റാച്ച്ഡ് ആണെന്നും അത് വെരിഫൈ ചെയ്തു എന്നും പറഞ്ഞ് ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് ലെറ്റർ കൊണ്ടുവരാം. കാനറ ബാങ്കിന്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ, മറ്റൊരു ബ്രാഞ്ചിൽ എനിവേർ ഇൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് തരാം. അതൊന്നും പറ്റുകയില്ലെന്ന് പറഞ്ഞു. ഇനി വേറൊരു കേസ്, അത് പക്ഷേ എന്റെ ഭാഗത്തൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. മൈ എൽഡർ സൺ, ഹി ഹാസ് എ പെറ്റ് നെയിം കോൾഡ് ദീപു, ബട്ട് ഒഫീഷ്യലി ഹിസ് നെയിം ഈസ് മാത്യു ജോർജ്. സോ മൈ മദർ പുട്ട് ഹിസ് നെയിം ആസ് ദീപു മാത്യു ജോർജ് ആസ് നോമിനി. But I have and he have the proof of Matthew George. അവൻ സ്കൂളിൽ ICC സിലബസിലായിരുന്നു. 4ാം ക്ലാസ് വരെ ദീപു മാത്യു ജോർജ് എന്നായിരുന്നു പേര്. അപ്പൊ അതിന്റെ റെക്കോർഡ് എടുക്കാൻ വേണ്ടി സ്കൂളിൽ പോയി. മൈ വൈഫ് ഈസ് വർക്കിംഗ് ഇൻ ദ സെയിം സ്കൂൾ. ബട്ട് ഒരു റെക്കോർഡ് ഇപ്പൊ ഈ കോവിഡ് കാലം ആയതുകൊണ്ട് പഴയ തപ്പി എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഒരു കാരണത്താൽ അതും അവർ തരാതിരിക്കുകയാണ്. മാത്യു ജോർജ് നെയിം ഈസ് ദീപു മാത്യു ജോർജ്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഓപ്ഷൻ ഉള്ളത്, നോമിനേഷൻ ക്യാൻ ബി ഗിവൺ ഇൻ ദ നെയിം ഓഫ് എനി പേഴ്സൺ, നോട്ട് പർട്ടിക്കുലർലി ടു ദി റിലേറ്റീവ്. പക്ഷെ ആള് മരിച്ചു പോയില്ലേ? ഒറിജിനൽ ആള് മരിച്ചു. ഇനിയിപ്പോ അത് മാറ്റാൻ പറ്റുകയല്ലോ സാർ. മാറ്റാനൊന്നും പറ്റില്ല. ഇനിയിപ്പോ അത് സാറിന് ചെയ്യാവുന്നത് ആ ഡോക്യുമെന്റ് ഏതായാലും ഒന്ന് എടുക്കേണ്ടി വരും സാറേ. ഇത് ഈ പേര് രണ്ടും കൂടെ കൂട്ടി ഒരു പേരെടുക്കാം. ദീപു ജോർജ് അലിയാസ് മാത്യു ജോർജ് എന്ന പേരിൽ ഒരു കൊടുത്താൽ മതി. ആ ക്ലോസ് എടുത്തോണ്ട് സ്കൂളിലെ ഡോക്യുമെന്റ് എടുത്തോണ്ട് സ്കൂളിലെ ഡോക്യുമെന്റ് ഇത് പേര് ആഡ് ചെയ്യണേ അവർക്ക് ഒരു ഡോക്യുമെന്റ്, ഒരു പ്രൂഫ് വേണം. എന്നിട്ട് പക്ഷേ വില്ലേജിൽ കൂടെ എടുക്കണം അല്ലേ? വില്ലേജ് അല്ലേ അതിന്റെ അതോറിറ്റി? ഈ എലിയാസ് സെയിം, ബോത്ത് ആർ സെയിം എന്നുള്ള സർട്ടിഫിക്കറ്റ് തരാം. അത് ബാങ്ക് മാനേജർക്ക് ഡിസൈഡ് ചെയ്യാമല്ലോ സാറേ. ഈ രണ്ട് ഡോക്യുമെന്റും കയ്യിലുണ്ടെങ്കിൽ അത് വേണം. അതിന് ആവശ്യമില്ലല്ലോ. ഈ പേരും കൊണ്ട് ഇത് രണ്ടും കൂടെ എന്റെ ഇതിനകത്ത് ആക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് കൊടുത്താൽ മതി. ആ മാനേജർക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ അവര് ചെയ്യേണ്ട ഒരു ഡിസിഷനാണ് സാറേ. ഇത് ഓൾ ആർ ദെയർ ഡിസിഷൻസ്. അങ്ങനെ ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇതെല്ലാം ഇവർക്ക് ഡിസിഷൻ ചെയ്യാൻ പറ്റുന്ന അതോറിറ്റി കാര്യങ്ങളേ ഉള്ളൂ സാർ. ഇതിന് വില്ലേജ് ഓഫീസറുടെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രൂഫ് വേണം. അത് ശരിയാ. ഈ പേര് കൊണ്ട് മോന് ഈ പേര് കൊണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടി ഒരു പേരാക്കി തരണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ പിന്നെ ആ പ്രശ്നം തീരുമല്ലോ, നോമിനേഷൻ. But in the case of my younger son, whose name is slightly different, അവന്റെ പെറ്റ് നെയിം കൂടെ ഉള്ള ആളുടെ അക്കൗണ്ട് കാനറ ബാങ്കിൽ തന്നെ ഉണ്ട്. And that also in the school premises in which he has studied. The same school my wife is teaching. പക്ഷെ ആ ബാങ്കില് അവിടെ പോയി ഒരാളെ ഒന്ന് കണ്ടു പറയും, കോവിഡ് കാലമല്ലേ, കാരണം പോകാനും പറ്റുന്നില്ല. Around 6 months it is remaining in my mother's name still. ഈ ക്രിസ്ത്യൻസിന്റെ ഒരു വലിയ പ്രശ്നമാണ് സാർ. അവർക്കെല്ലാം പള്ളിയിൽ ഒരു പേര് കാണും, ഇവിടെ ഒരു പേര് കാണും, ഒരു പേര് കാണും. ഇതെല്ലാം പലതിടത്തും പല പേര് കൊണ്ട് കൊടുക്കും. അവസാനം ഇങ്ങനെയുള്ള പ്രോബ്ലം വരും. അവസാനം ഇതിനുള്ള റെമഡി ഇതേ ഉള്ളൂ, രണ്ടും കൂടെ കൂട്ടുക. Actually, mother was not aware that in
ഹിസ് സ്കൂൾ ഇറ്റ്സ് നെയിം ഇസ് മാത്യു ജോർജ്. അത് അവെയർ അല്ലായിരുന്നു. വീട്ടിൽ ദ്വീപ് എന്ന് വിളിക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ ചെയ്തോണ്ട് ഒരു പരിഹാരം ചെയ്യാം. ഇത് ഇപ്പൊ ഡിസിഷൻ ചെയ്യേണ്ട ആളാ. ഇനി അതിനും വില്ലേജ് ഓഫീസറിന്റെ മറ്റവരുടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ അതാണ്. അങ്ങനെ പറയാം. അങ്ങനത്തെ സ്വഭാവക്കാരനാണ് സാർ. ഈ പറഞ്ഞ പോലെ പേഴ്സൺ ടു പേഴ്സൺ ഇറ്റ് മേ വേരി. ഇനി സാറിന്റെ ഇത് വളരെ ഗംഭീരമായിരുന്നു. മനോഹരം എന്ന് പറഞ്ഞാൽ പോരാ. അല്ലെ, നമുക്കറിയാവുന്ന ഒരു കാര്യം അത് പ്രസന്റ് ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് തിങ്. മോർ ദാൻ എ ബാങ്കർ, എ ടീച്ചർ യു ആർ. ഞാനൊരു ടീച്ചറാകാനായിരുന്നു ആഗ്രഹിച്ചത് സാറ്. പക്ഷെ ഞാൻ ബാങ്കിലാ പോയത്. ഞാൻ ബാങ്കിൽ പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടും കോളേജിൽ ടെസ്റ്റ് എഴുതാൻ പോയ ആളാ. പക്ഷെ അന്നൊക്കെ അറ്റ്ലീസ്റ്റ് സാറിന് ഫാക്കൽറ്റി കോളേജിന്റെ ട്രെയിനിങ് കോളേജിന്റെ ഫാക്കൽറ്റി മാറേണ്ടതായിരുന്നു. എനിക്ക് അതൊരു വെറുത്തായിരുന്നു കാനറ ബാങ്കിൽ. കാരണം ഇത്രയൊന്നും ആർക്കും ഇന്നത്തെ കാലത്ത് സർവീസിലിരിക്കുന്നവർക്ക് പോലും പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റുകയില്ല. അറിയാൻ വരാത്ത കാര്യമായിട്ടല്ല, നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പോലും. താങ്ക് യു തോമസ് സാർ, താങ്ക് യു. അപ്പം വളരെ സന്തോഷം. എനിക്ക് ഇടയ്ക്ക് ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ടായിരുന്നു, അവിടെ ഇച്ചിരി പ്രസംഗിക്കാൻ. ഓക്കെ. ഞാനും ഈ 7 o'clock ഇതിനൊക്കെ ഇടയ്ക്ക് പോകുന്നതാ സാറേ. വീട്ടിൽ ഭാര്യ ഇവിടെ കുടുംബ പ്രാർത്ഥന റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്ക് കേൾക്കാറുണ്ട് സൗണ്ട് ഒക്കെ. അതാ ഞാൻ ഇടയ്ക്ക് നിർത്തി പോകുന്നത്, മനസ്സിലായി. പിന്നെ അവിടെ ശണ്ട ഉണ്ടാകാൻ പാടില്ലല്ലോ. അപ്പൊ എനിക്ക് സാറേ 8:30 എനിക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പൊ ഞാനൊന്നും മാറിക്കോട്ടെ. മാറിക്കോട്ടെ. അല്ല, ഇതിപ്പോ ഇവിടെ തീരുക സാർ. എല്ലാവരുടെയും ഇതൊക്കെ കഴിഞ്ഞു, ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി ആർക്കും ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, ഇപ്പൊ ഓർമ്മ വന്നു. നമ്മൾ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി, അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി അതിന്റെ ഡീറ്റെയിൽസ് എത്ര നാളുകൾക്ക് മുമ്പ് എടുക്കാൻ പറ്റും? എത്ര ഫണ്ടാണേലും എടുക്കാൻ പറ്റുമോ? അതിന്റെ ഡീറ്റെയിൽസ് അതിപ്പം ബാങ്കുകൾ ഇങ്ങനെ ഇത് എത്രയാ 13 കൊല്ലം അത്രയാണ്ട് സൂക്ഷിക്കണമെന്ന് ഇപ്പം പറഞ്ഞുകൊണ്ടല്ലോ, റൈറ്റ്? അത് പ്രകാരം അത്രയാണ്ട് കൊല്ലം സൂക്ഷിക്കണമെന്നുണ്ട്. പക്ഷെ സാർ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഹെഡ് ഓഫീസിലേക്ക് മാറ്റും ഇതിന്റെ റെക്കോർഡ്. ഇനി അവിടുന്ന് കിട്ടണമെങ്കിൽ അവിടുന്ന് കുറിച്ച് വരുത്തേണ്ടി വരും. അത് ഓരോ ബാങ്കിന്റെ ഓരോ സിസ്റ്റം. ഇവിടെ അത് മുഴുവൻ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. സിസ്റ്റത്തിൽ നിന്ന് കിട്ടും. സിസ്റ്റത്തിൽ. ശരി, എന്നാ ഓക്കെ സാർ, താങ്ക് യു. കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ പറഞ്ഞു. എന്നെ സാർ പറഞ്ഞു, ജോർജ് സാർ പറഞ്ഞു, കംപ്ലീറ്റ് ചെയ്തു. അല്ല ഞാൻ പറഞ്ഞ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് സെൻട്രൽ ഇതിലേക്ക് പൂളിലേക്ക് മാറ്റിക്കൊണ്ട് പോവുമെങ്കിലും നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ് ടു 13 years പണ്ടത്തെ കണക്കനുസരിച്ച് റെക്കോർഡ് സൂക്ഷിച്ചിരിക്കണമെന്നാണ്. സൂക്ഷിക്കണം, അതിപ്പോഴും എല്ലാത്തിനും ഉള്ളതാണ്. ഓക്കെ സാർ, അപ്പൊ നമുക്ക് നാളെ കാണാം. നാളെ പ്രിൻസിപ്പൽ സെന്ററുടെ ലൈഫ് സ്റ്റൈലാണ് സുജിത്തിന്റെ. സുജിത്തിന്റെ. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.